പ്രശസ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് കഴിയുന്നത്രേ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. അത് നടന്നു വരുന്ന പ്രിയപ്പെട്ടവർ അത് വളരെ അനുഗ്രഹപ്രദമായ ദൈവം ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുവരെ കടന്നവരെ സംബന്ധിച്ച പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ബോധ്യമുള്ള പ്രിയപ്പെട്ടവർ കാണുന്നത് നിശ്ചയമായിട്ടും നിങ്ങൾക്കൊന്നും ഓരോ അനുഭവം പറയാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സമയം നമുക്ക് ലഭ്യമാകാൻ കഴിയാത്തില്ല. എങ്കിലും ഓരോ ദിവസങ്ങളിൽ നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ പ്രസ്താവിക്കാനുള്ള അവസരങ്ങൾ വേർതിരിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ സിബിൽ ഭാഷമായിട്ട് ഈ പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങളൊക്കെ നേതൃത്വം വരുവാനായിട്ട് രാവിലെ സഹായിച്ചു. എനിക്ക് അല്പം അസൗകര്യങ്ങളുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് താമസിക്കാൻ എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നത്. എങ്കിലും എല്ലാ സഹകരണത്തിനും നന്ദി അറിയിക്കുകയാണ്. കർത്താവിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ ദിവസങ്ങളെ അറിയിക്കാം. കർത്താവിൻ്റെ ദാസൻ നമുക്ക് വേണ്ടി ഇപ്പോൾ നമ്മുടെ സമയങ്ങളിൽ നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നു. പ്രാർത്ഥനയോടെ നമ്മുടെ ദിവസം ആയിരിക്കാം. കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കാറിയ കാലഘട്ടം മുതൽ ഞാൻ ഒരിടത്ത് ഡേറ്റ് കൊടുത്താൽ ജീവിതം ഉണ്ടെങ്കിലാണ് ചിന്തിക്കും. പ്രസംഗിച്ചില്ലയോ എന്നുള്ളത് രണ്ടാമത്. പക്ഷെ അവിടെ ഇന്ന് വരെ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന് വരാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം വണ്ടി ഓടിക്കുന്ന ആൾ കൂടില്ല. എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ദിവസം എല്ലാത്തിനും ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം. ഞാൻ ഈ ദിവസങ്ങളിൽ പോകുന്ന രാജ്യങ്ങളിലും പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പ്രവാചകന്മാരായിട്ടുള്ളവരെല്ലാം വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്. ഇടുക്കി ഉണർവുണ്ട്. എവിടെ ചെന്നാലും കേൾക്കുന്ന ഒരു ശബ്ദമാണ് ഇടുക്കി, കോതമംഗലം, തൊടുപുഴ, മൂവാറ്റുപുഴ, ഇങ്ങനെ തുടർമാനം ചെല്ലുന്നിടത്തെല്ലാം ദൈവശബ്ദം വരികയാണ്. ഇടുക്കിയിൽ അടുത്ത ഉണർവ്, ഇടുക്കിയിലുണ്ടെന്ന് ശബ്ദന്മാരെല്ലാം പറയുകയാണ്. ഇന്നലെ എനിക്ക് എന്റെ മനസ്സിൽ മീറ്റിംഗിൽ വിളിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ച എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് പ്രതികൂലം ഉണ്ടെങ്കിൽ ഇതിനകത്ത് വരുമെന്ന്. ഈ മീറ്റിംഗിനിട്ട പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഉണർവ്. കരങ്ങളിൽ കർത്താവിനെ സൂചിച്ചാൽ ഉണർവിൽ 100 പേര് വേണമെന്നൊന്നുമില്ല. ഉണർവിൽ ഒത്തിരി പേര് വേണമെന്നില്ല. കൊതിയുള്ള ഞാനിപ്പോ ഇവിടെ ഇരുന്നപ്പോ മൊബൈലിൽ ഇങ്ങനെ ഞാൻ ഒരു പോസ്റ്റിംഗ് എടുത്തിട്ട് എന്തെങ്കിലും ഒരു ബാക്കി എഴുതിയേക്കുവാണ്. നീ മരിച്ച് മണ്ണിൽ കിടക്കുമ്പോ കുഴി വെട്ടുന്നവൻ പോലും കരയണമെന്ന്. എന്താ? നീ മരിച്ച് മണ്ണിൽ കിടക്കുമ്പോ കുഴി വെട്ടുന്നവന് പോലും കരച്ചിൽ വരണം. ഈ മനുഷ്യൻ ഇപ്പം മരിക്കണ്ടായിരുന്നു. അവസാനം നിന്റെ കുഴി പോലും ഒരു സുവിശേഷമായിട്ട് മാറും. അങ്ങനെയുള്ള ചില ദൈവദാസന്മാർ ഈ മണ്ണിൽ എഴുന്നേൽക്കും. അങ്ങനെയുള്ള ഒരു വലിയ കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഈ മലയോര മടക്കുകളിൽ ഇറങ്ങി വരുന്ന ഒരു തലമുറ കർത്താവിന്റെ മുൻപിൽ എല്ലാ കാലഘട്ടങ്ങളിലും വിശ്വസ്തയോടെ നിൽക്കുന്നവർ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്ത്? ഞാനും ഇതിനകത്ത് നിന്നുകൊണ്ട് ഒരു ദൂത് പറയാം. നിങ്ങൾ ഇട്ടത് റിവൈവൽ എന്നാണെങ്കിൽ ഈ കൂട്ടത്തിനകത്തൊരു വലിയ റിവൈവൽ ഉണ്ടാകുന്നുണ്ട്. അത് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി. ശരീരം ഒത്തിരി ബലഹീനമാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഈ പകലിന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോട് ഇതിൽ
വിശ്വസിക്കുകയും എത്ര പേര് വിളിച്ചു പറയും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ പട്ടണത്തിൽ ഒരു ഉണർവുണ്ട്, ആ ഉണർവ് എന്നിൽ കൂടെ വരാൻ പോവുകയാണ്. ഉണർവ് ഒരുമിച്ച് വിളിച്ചു ഉണർവുണ്ട്, ഉണർവുണ്ട്, ഉണർവുണ്ട്. എല്ലാവരും വാദം വിളിച്ചു ഉണർവുണ്ട്. ഒരു റിവൈവൽ നടക്കും. ഈ അടിമാലി മുഴുവൻ കർത്താവിനെ അറിയും. ഇവിടുത്തെ ഓരോ കടകളിലും സുവിശേഷം തുടങ്ങും. ഇവിടുത്തെ ഓരോ തെരുക്കോടുകളിലും സുവിശേഷം തുടങ്ങും. കർത്താവ് എന്നെ അതിനെ സഹായിക്കും. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, യേശു ഉയർത്തെഴുന്നേറ്റിട്ട് 500-ലധികം ആൾക്കാർക്ക് വെളിപ്പെട്ടെന്നാണ് തിരുവചനം പറയുന്നത്. ഏകദേശം 1000-നും 500-നും ഇടയിൽ ആൾക്കാർക്ക് യേശു എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റിട്ട് വെളിപ്പെട്ടു. പക്ഷെ മാളിക മുറിക്കകത്ത് കൂടാൻ 120 പേരെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? 1000-ലധികം ആൾക്കാർക്ക് ഉയർത്തെഴുന്നേറ്റ് യേശു വെളിപ്പെട്ടിട്ട് പോലും ഈ വെളിപ്പെട്ടവരോടെല്ലാം എന്ന് പറഞ്ഞാണ് കാത്തിരിക്കണം, കാത്തിരിക്കണം, കാത്തിരിക്കണം. അല്ലേ? ഉയർത്തെഴുന്നേറ്റ് 500-ലധികം എന്ന് പറഞ്ഞ ഏകദേശം 1000-നും 500-നും ഇടയിലുള്ള ആൾക്കാർക്ക് യേശു എന്ത് ചെയ്തു? ആ വെളിപ്പെട്ടവരോടെല്ലാം ദൈവരാജ്യം പറഞ്ഞു കാണും. ആ വെളിപ്പെട്ടവരോടെല്ലാം ഒറ്റവാദം പറഞ്ഞു കാണും, കാത്തിരിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞിട്ട് പോലും കാത്തിരിക്കാൻ വിരോധമാണ്. പിന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ബഹുഭൂരിപക്ഷം ബന്ധക്കോസുകാരും ചോദ്യത്തിൽ പോകുന്നു. കാരണം എന്നാന്ന് ചോദിച്ചാൽ കർത്താവ് വരുമോ എന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴും പറയും വരുമോ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞിട്ട് പോലും ഒരു 120 പേര്, 1000-ലധികം ആൾക്കാർക്ക് ഉയർത്തെഴുന്നേറ്റ നമുക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ഒരു സ്വപ്നം കണ്ടാൽ നമ്മൾ ചാർജാവും. ഇവിടെ ഉയർത്തെഴുന്നേറ്റ് മുമ്പിൽ ചെന്ന് നിന്നിട്ട് ദൈവരാജ്യം സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു കാത്തിരിക്കണം. പക്ഷെ മാളിക മുറിക്കാതിരിക്കാൻ എത്ര പേരേ ഉള്ളൂ? എല്ലാ കാലഘട്ടത്തിലും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടത്തെ കൊണ്ട് ദൈവജന ദൈവപദ്ധതികൾ ദൈവം ചെയ്യാനാണ്. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റിവൈവൽ ഇതിന് കൊടുത്തോണ്ടാണ് മെസ്സേജ് അല്ല. എന്റെ പദം പറയുന്നത് യേശു കാത്തിരിക്കാൻ പറഞ്ഞത് എവിടെ? എന്തിനാ കാത്തിരിക്കുന്നത്? ഉണർവ് വരാൻ, പരിശുദ്ധാത്മാവ് വരാൻ. യേശുവിനോട് തിരുവൊരു ചോദ്യം ചോദിക്കണം, കാത്തിരിക്കാൻ പറ്റിയ സ്ഥലം യെരൂശലേമാണോ? കാത്തിരിപ്പിനെതിരെ അപവാദം പറയുന്നവരുടെ കൂട്ടമല്ലേ യെരൂശലേം. ഒരു അഭിഷേകം ഇറങ്ങിയാൽ അതിനെ വിമർശിക്കാൻ കൽപ്പുള്ളവരല്ലേ യെരൂശലേമിലുള്ളവര്. വിദ്യാസമ്പന്ന പരീക്ഷന്മാർ, ന്യായശാസ്ത്രികൾ, മതപുരോഹിതന്മാർ, ഇവരുടെ എല്ലാം താവളമാണ് യെരൂശലേം. യേശുവോട് ചോദിക്കാൻ കാത്തിരിക്കാൻ പറ്റിയ സ്ഥലം, ആ അത്ഭുതം ചെയ്ത ഗന്നസരത്തിന്റെ ആ ഗലീലയിൽ നടക്കുന്ന 12 പട്ടണങ്ങൾ അപ്പം വിതരണം ചെയ്ത ആ സ്ഥലം, ആ ബെത്സയിലുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന സ്ഥലങ്ങൾ, കുരുടന്റെ കണ്ടു തുറന്ന സ്ഥലം, ലാസറിനെ എഴുന്നേൽപ്പിച്ച സ്ഥലം, ചന്ദ്രരോഗികളെ സൗഖ്യമാക്കിയ സ്ഥലം, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കൊണ്ട് നസ്രായന് ഒരു പേരുണ്ടായ പട്ടണങ്ങൾ. തമ്പുരാൻ പറഞ്ഞ അവിടെ അല്ല, യെരൂശലേമിൽ ഇരിക്കണം. കണ്ടോ? എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മലയോരത്തുള്ളവർ പോലും ഒരു മിനിസ്ട്രി എന്ന് പറഞ്ഞ മലയുടെ അടിവാരത്തേക്ക് ഇറങ്ങുകയാണ്. അല്ലേ? യാത്രാ സൗകര്യം, സുഖ സൗകര്യങ്ങൾ. അവർ പറയുന്ന റിവൈവൽ താഴെയാണ്, റിവൈവൽ താഴെയാണ്. പക്ഷെ തമ്പുരാൻ പറയുന്നത് റിവൈവൽ മുകളിലാണ്. വിശ്വസിക്കുന്നു ഇതിനകത്ത്. ഞാൻ ഇവിടെയുള്ള അഭിഷേകന്മാരോട് ഒരു യൗവനക്കാരനായി ചങ്ങത്തെ കൈവച്ച് പറയാം, നിന്നെ ആക്കിയ പട്ടണത്തിനകത്ത് നീ നിൽക്കുക. എപ്പോഴും ശ്രദ്ധിച്ചോളൂ. ഞാൻ ഇന്നലെ പാലക്കാട് ഞാൻ അവിടുന്ന് മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് വൈകിട്ടെത്താണെന്ന് പറഞ്ഞ ഉപയോഗിക്കുന്നത്. ഞാൻ അവരോട് ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പണ്ട് എന്റെ അമ്മ കിളയ്ക്കാൻ പോകുന്ന അപ്പന്റെ മോനാണ്, കിളയ്ക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ആൾക്കാർ വിളിക്കുന്ന വീടുകളിൽ അവര് പറയുന്ന എന്ത് ജോലി എന്റെ അപ്പൻ എന്ത് ചെയ്യും, അങ്ങനെ കിളയ്ക്കാൻ പോകുന്ന അപ്പന്റെ മോനാണ്. അന്നേരം എന്റെ അപ്പൻ ഇടയ്ക്ക്, എന്റെ അപ്പൻ ഈ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒന്നാം കമ്മ്യൂണിസ്റ്റുകാരൻ. ഇന്നലെയൊക്കെ ഞാൻ പുള്ളിയെ വിളിച്ചിട്ടില്ല, കാരണം ഇതിന്റെ വിഷമത്തില്ല, പുള്ളി അടാത്ത വിഷമത്തില്ല. അതുകൊണ്ട് ഞാൻ പുള്ളിയെ 2 ദിവസം വിളിച്ചത് ചുപ്പാക്കിയായിരുന്നു. ഞാനും പക്ക കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഞാൻ കോളേജിൽ അസംബ്ലി കോൺഗ്രസ്
വലിയ ബിരുദം പറഞ്ഞോട് നിങ്ങൾ ഒത്തിരി സീരിയസ് ആണ്, ഞാൻ ഒത്തിരി ചെറുക്കനാണ്. ഈ കൺവെൻഷനിലുള്ള മീറ്റിംഗിൽ ഏറ്റവും വലിയ പേടി എന്നാണ് ഞാൻ ജനിച്ചിട്ട് 35 വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്നതിൽ കർത്താവിനെ ശുശ്രൂഷിക്കാൻ തുടങ്ങിയിട്ട് ആ 40 വർഷം കഴിഞ്ഞു. അതാണ് ഈ കഴിഞ്ഞ ദിവസം എത്യോപ്യയിൽ നിന്ന് വന്നൊരു നിവാസിനെ ഞാൻ എത്യോപ്യ ഒരു യൗവനക്കാരൻ, നിങ്ങൾ ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്ത് യൗവനക്കാരുടെ കണ്ടു കാണും. ഒരു ഭയങ്കര ക്രൗഡഡ് മീറ്റിംഗിന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഫേസ്ബുക്കിൽ വൈറലായിരുന്നു. അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം മീറ്റിംഗ് നടത്താൻ നേരത്ത് ഒരു പരസ്യം ചെയ്തില്ല, ഒരു പരസ്യം ചെയ്തില്ല. പക്ഷെ മീറ്റിംഗിന് കൂടിയിട്ട് 14 മില്യൺ ആൾക്കാർ. എനിക്ക് അറിയുന്നില്ല വർഷങ്ങളായി അങ്ങനെ ചോദിച്ചോ. ഞാനിവിടെ നിൽക്കുമ്പോ ഇടുക്കി ഇന്നു വരെ കണ്ടിട്ടില്ല. ഇടുക്കി നിങ്ങൾ എഴുതി വെച്ചോ, തമിഴ്നാട്ടിൽ നിന്ന് പോലും ഇടുക്കിയിലേക്ക് ഉണർവിന് വേണ്ടി ആൾക്കാർ കയറുന്നത് പോലെ ഇടുക്കിയിലുള്ള മുഴുവൻ സഭകളകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്ന ഒരു സീസണെ നിങ്ങൾ കാണാൻ പോവുകയാണ്. പ്രവചിച്ചു പറയുക ആ തൂക്കിനാമേ പറയാൻ പറ്റുമെങ്കിൽ പരസ്യം പോലും എന്ത് ചെയ്തിരുന്നത്. എത്ര മില്യൻ? 14 മില്യൺ. 14 ലക്ഷം ആൾക്കാർ തീരും ഒരു പരസ്യം ചെയ്യാം. അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, എന്റെ ദൈവം ശൂളം അടിച്ച് ജനത്തെ കൊണ്ടുവരുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ദൈവം കൊടുത്തുകൊണ്ട് ഞാൻ ദൂത് പറയും. ഒരു ദൂത് ഞാൻ പറയും, എന്റെ ശബ്ദം പോകുന്നു. ഒരു ദൂത് ഞാൻ പറയും. എന്നോട് എന്റെ വൈഫ് ഇങ്ങനെ ചോദിച്ചു, അച്ഛാ 32ാമത്തെ ദിവസമാണ് ഫാസ്റ്റിങ്ങിന്റെ, പ്രസംഗിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അവിടെ ചെല്ലും, പറ്റുമെങ്കിൽ പ്രസംഗിക്കും, തിരിച്ചു പോകും. കാരണം ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് വയ്യാന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കും. ഇവിടെ വന്നിട്ട് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജനിച്ചതിൽ അഭിമാനമുള്ളവരെന്ന് കരവിലെത്തും. ഇടുക്കിക്കകത്ത് ജനിച്ചതിൽ അഭിമാനമുള്ളൊരു കരവിലെത്തി. അറിയാം, നിങ്ങൾ എഴുതി വെച്ചു. ഇനി ഏറ്റവും വലിയ ഉണർവ് നടക്കാൻ പോകുന്ന ഇന്ത്യക്കകത്ത്. ഞാൻ ബാംഗ്ലൂരിൽ പറഞ്ഞൊരു സ്ഥലത്തിരിക്കുമ്പോൾ, ഞാൻ ബോംബെയിൽ പറഞ്ഞൊരു സ്ഥലത്തിരിക്കുമ്പോൾ, ഞാൻ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്ന പല സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ ഞാൻ ചെവിക്കട്ട് കേൾക്കുന്ന ഒരു പ്രവാചക ശബ്ദമുണ്ട്. ഇന്ത്യയിൽ ഉണർവ് വരും, ഇടുക്കിയിൽ ഉണർവ് വരും. അറിയുന്നില്ല നിങ്ങൾ അത് എന്തുകൊണ്ടാണ് എനിക്കറിയുന്നത്. ഇനി നിങ്ങൾക്കറിയാമോ ഈ ബൈബിളിനകത്ത് ഇന്ത്യ ഉണ്ടെന്ന് അറിയാമോ? ബൈബിളിനകത്ത് എടുത്തു വ്യക്തമായിട്ട് പറഞ്ഞ 2 രാജ്യങ്ങൾ, ബാക്കിയെല്ലാം യുദ്ധത്തോടും യുദ്ധസ്തുതികളോടും തമ്മിൽ പോരാട്ടവും വെട്ടുകുത്തവും പറഞ്ഞിരിക്കുന്നു. ബാക്കി ഒത്തിരി രാജ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം യുദ്ധവും യുദ്ധസ്തുതികളും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബൈബിളിൽ റിവൈവലിനോട് ബന്ധപ്പെട്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന ദൂത് ദേശങ്ങളിൽ പോയി എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്ന 2 രാജ്യമേ ഉള്ളൂ. അത് ഇന്ത്യയും ആഫ്രിക്കയും. അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ പബ്ലിക്കിൽ പറഞ്ഞിട്ട് അമ്മക്ക് ഇതിനേക്കാൾ വലിയൊരു ചരട് പിടിക്കാൻ വേറെ ഇല്ല. അല്ല, നമ്മുടെ കൈകൾക്ക് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഹിന്ദു ദേശം. എന്താ അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുമ്പോൾ ഇന്ത്യ എന്നാണ് എഴുതിയിരിക്കുന്നത്. എസ്തേറിന്റെ പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഹിന്ദു ദേശം. അതിന്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് വായിച്ചു നോക്കിക്കോ, ഇന്ത്യ എന്നാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത് എഴുതിയിരിക്കുന്നത് എത്യോപ്യ, ആഫ്രിക്ക എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, ഏറ്റവും വലിയ ചർച്ചകളുള്ളത് ആഫ്രിക്ക. ഏറ്റവും വലിയ ഉണർവ് നടക്കുന്നത്, ഞാൻ ഒത്തിരി കൾട്ടുണ്ട് അവിടെ, അതിന് ഞാൻ പറഞ്ഞ ജനുവിനായിട്ടുള്ള ഏറ്റവും വലിയ, ഞാൻ കാര്യം കേട്ടു, 4.5 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ചർച്ച ഉണ്ട്. എത്ര
എന്തിനാ ഞാൻ ഈ ഇടിക്കുന്നത്? എനിക്ക് മെസ്സേജ് പറയാൻ എന്റെ മെസ്സേജ് കേട്ടിട്ടുള്ളവരോട് ഇരിപ്പുണ്ട്. മെസ്സേജ് പറയാൻ അറിയാത്തതുകൊണ്ടല്ല, എന്തോ ഈ കൂട്ടായ്മയുടെയൊക്കെ പുറകിൽ ദൈവത്തിന് പദ്ധതികളുണ്ട്. എവിടെങ്കിലും ജനം ആത്മാർത്ഥതയോടെ കൂടുന്നുണ്ടെങ്കിലും ഒന്ന് ഞാൻ ചിത്രയിൽ സ്റ്റെപ്പ് കയറിയിട്ട് എങ്ങനെ വന്നത് നമ്മുടെയൊക്കെ സ്ഥലത്താണ് 4 ദിവസം വന്നിട്ട് പറയും ഭാഷയെ പരിപാടി കയറുന്ന അറോട്ടൊക്കെ ആക്കാക്കി ഞങ്ങൾ എന്ത് ചെയ്യാം വരാം. ഇതിന്റെ പുറകിൽ ഒരു പദ്ധതിയുണ്ട്, ദൈവവാസം. ഇതിന്റെ പുറകിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന സകലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്ന ഇതിന്റെ തലമുറ ഉണർവിന്റെ കൊടി പിടിച്ചിരിക്കുന്നു. തലമുറകൾ ഉണർവിന്റെ കൊടി പിടിച്ചിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് മുതൽ ഇതിനകത്ത് ആത്മാവിൽ പ്രവചിക്കുക, നിങ്ങളിവിടെ ഇരിക്കുന്നത് നിന്റെ തലമുറ എവിടെ കിടന്നാലും അവർ ഉണർവിന്റെ കൊടിയെ പിടിച്ചിരിക്കുന്നു. ഞാൻ എന്തിനും എവിടെയെങ്കിലും പറഞ്ഞു, ഞാൻ കേട്ട പ്രവചനം ഞാൻ ജനിച്ചോളൂ പുനലൂര് ആരും പറഞ്ഞു. അവിടാണെങ്കിൽ പെന്തക്കോസ്തിന്റെ വീട്ടില് അവിടെ ആരും പറഞ്ഞു ഉണർവ് വരുള്ളൂ. പക്ഷെ എനിക്ക് സന്തോഷം, ഞാൻ പുനലൂര് വിട്ട് ഞാൻ മൂവാറ്റുപുഴയിലോട്ടുണ്ട്. ഇപ്പൊ ഞാൻ മൂവാറ്റുപുഴ താമസിക്കുന്നത്. ഇടുക്കി ഉണർവ് വരുന്നവർക്ക് എനിക്ക് സന്തോഷമായിരുന്നു. ഞാൻ എല്ലാത്തിനും നടുക്കാ കിടക്കട്ടെ. ഞാനിപ്പോ എന്റെ ചർച്ച ഇരിക്കുന്നിടത്തുനിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തോട്ട് ഞാൻ ഇടുക്കിയ, 2 കിലോമീറ്റർ ഇപ്പുറത്തോട്ട് ചാടിയ എറണാകുളം, 2 കിലോമീറ്റർ അപ്പുറത്തോട്ട് ചാടിയാൽ ഏത് ഡിസ്ട്രിക്റ്റാ പറ്റും? കോട്ടയം. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ കിടക്കുന്നത്. എനിക്കൊരു കാര്യം, കോട്ടയത്തിന് പോയാലും ഞാൻ പിടിക്കും, ഇടുക്കിക്ക് പോയാലും ഞാൻ പിടിക്കും, എറണാകുളത്ത് പോലും പിടിക്കും. അതുകൊണ്ട് ഒരു കാര്യം പറയാം, റിവൈവൽ ആണെങ്കിൽ അത് പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചതിനെ ദൈവം നിങ്ങൾ അറിയണം. ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യം, ഈ 2 രാജ്യങ്ങൾ ബൈബിളിൽ മെൻഷൻ ചെയ്തത് റിവൈവലിനോടുള്ള ബന്ധത്തിൽ. ആഫ്രിക്കയിൽ ഒരു ചർച്ചിൽ എന്റെ സ്നേഹിത ഭാഷ പോയിട്ട് വന്നിട്ട് പറഞ്ഞതാ 4.5 കിലോമീറ്റർ വണ്ടി ഓടണമെന്ന് സ്വത്രാഴ്ച എടുക്കണമെന്ന്. 20 അടി നീളം 40 അടി വീതിയുടെ കാഴ്ചപ്പാടുകൾ ഇരിക്കുമ്പോ അവരോടാണ് ഞാൻ പറഞ്ഞത്. അതല്ല, റിവൈവൽ വന്നാൽ നമുക്കൊന്ന് തടയാൻ നമ്മുടെ സഭയുടെ ഓരൊക്കെ പോയി. റിവൈവൽ ജനങ്ങൾ ഒഴുകാൻ തുടങ്ങും. റിവൈവൽ ജനങ്ങൾ ഒഴുകാൻ തുടങ്ങും. ഞാൻ മൂവാറ്റുപുഴയിൽ ഒരു പ്രവർത്തനം തുടങ്ങി 1 വർഷമായിരുന്നു. 1 വർഷം എനിക്ക് അവിടെ ആരുമായിട്ട് ബന്ധമില്ല, ഒരു വ്യക്തികളെ എനിക്ക് അറിയത്തില്ല. എന്നോട് വർഷങ്ങൾക്ക് പുറകിൽ 2008 ഞാൻ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുമ്പോൾ, അത് ഞാൻ കോളേജിൽ തേടിയാണ്. അന്നൊരു മീറ്റിംഗിൽ ദൈവാസനോടെ പോയപ്പോൾ അന്ന് ഛത്തീസ്ഗഡിൽ ഇരിക്കുന്ന സമയത്ത് വിശാഖപട്ടണത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ട്രെയിൻ കയറി വേണം ഛത്തീസ്ഗഡിൽ പോകാം. ഇന്നലെ വിശാഖപട്ടണത്ത് ഇറങ്ങി ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ എന്റെ പാസ്റ്റർ, അതായത് ഒരു പ്രവാചകൻ, എന്റെ പാസ്റ്റർ അന്നാണ് എന്നോട് ഇന്ന് പറഞ്ഞടാ, കാലഘട്ടം കഴിയുമ്പോൾ നിന്നെ ഞാൻ കോട്ടയത്തിന് എറണാകുളത്തിന് ഇടുക്കിയുടെ നിലയിൽ കൊണ്ടുവരും. അടുത്ത പദം ഇതാണ്, അവിടെ നീ ചെല്ലുമ്പോൾ നീ ഒത്തിരി വേദനിക്കും, ഒത്തിരി പെയിൻ ഉണ്ടാകും, പക്ഷെ നീ പിടിച്ചു നിൽക്കണം, പട്ടണത്തിൽ നീ ഇളകി പോകരുത്. ഒരു ടൈം കഴിയുമ്പോൾ പട്ടണം മുഴുവൻ ഞാൻ നിന്റെ കരത്തിൽ തരും. ഞാൻ ഈ പറഞ്ഞ 4.5 കിലോമീറ്റർ നീളത്തിൽ എന്തോടണം? 4.5 കിലോമീറ്റർ ഇമാജിൻ ചെയ്യുമ്പോൾ ഓർത്തോ ഇവിടുന്ന് എങ്ങോട്ട് പോകണമെന്ന്. അത്ര നീളത്തിൽ ചർച്ചത്. ഒരു അല്ലേലിയ പറഞ്ഞിട്ട് അല്ലേലിയ തീരണമെങ്കിൽ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണോ? ആഫ്രിക്കൻ രാജ്യത്തിന്റെ കാര്യമാണ്. വേണമെങ്കിൽ നെറ്റിപ്പേ സെർച്ച് ചെയ്തോ, കളത്തിലുള്ള ഭാഷ പറയുന്നത്. അവിടുത്തെ സ്വന്തമാഴ്ച വണ്ടിക്കകത്ത് എടുക്കുന്നത്. ഈ സ്വന്തമാഴ്ച നമ്മൾ ബാങ്കിൽ കൊണ്ടിടാൻ പറ്റാത്തത് 4-5 ബാഗ് കൊണ്ടത് ഈ ചർച്ചിന്റെ കോമ്പൗണ്ടിൽ ബാഗ് അടിച്ചിരുന്നു. ഇവിടെ 20 കിലോ 40 രീതിക്കകത്ത് 4 അങ്ങോട്ട് ഇങ്ങനെ കമ്മിറ്റി അടി ഉണ്ടാക്കുമ്പോ ലോകത്ത് നടക്കുന്ന റിവൈവലിന്റെ കാര്യമല്ല. ഇവിടെ ഏതെങ്കിലും 2 സെന്റ് വസ്തു ചർച്ചിൽ വിട്ടുവിട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇറങ്ങി പോകണോ? നമ്മള് ഒരു മീറ്റിംഗ് കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സാധാരണ ഒരു വീട്ടിൽ കഴിക്കാൻ പോകുന്നില്ല, അക്കാലത്തിന് കഴിക്കാൻ കയറുന്നു. ഇവിടെ ചെന്നപ്പോൾ പറഞ്ഞു ദൈവത്തിന് കൊടുത്തിട്ട് എന്തിനെങ്കിലും വിളിച്ചു പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടാ. അവിടെ ഞാൻ പറഞ്ഞ 3-4 ബാങ്ക് കൊണ്ടുവന്ന് ചർച്ചിന്റെ പോകുമ്പോൾ ബാങ്ക് ഇട്ടേക്കോ ചർച്ചിന്റെ കോമ്പൗണ്ടിൽ 4-5 ബാങ്കാ. എന്തിനാ? ഇവിടുത്തെ സ്വന്തമാഴ്ച സ്വീകരിക്കുന്നത് ബാങ്കാ. ആ രാജ്യത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തെ
ദൈവം അത്രയും വ്യത്യാസം വരുത്തിയെങ്കിൽ വിശ്വസിക്ക് ഇന്ത്യ ഉണർന്നതാണ് പറയുന്നത്. അവിടെ പോയ അവിടുത്തെ പാസ്റ്റർ പേരാണ് അടിപോയി. എന്താ പേര്? ആ പാസ്റ്ററുടെ കാര്യം പറഞ്ഞ എന്തോന്ന് അറിയാമോ? ഇവിടുന്ന് പോയ ആൾക്കാർ പറഞ്ഞു എന്റെ പൊന്നുഭാഷയെ അവിടെ ഉറങ്ങി നമ്മൾ ഉപ്പാട് വരും. നമ്മുടെ മലയാളികൾക്ക് പ്രസംഗിക്കാൻ ദൈവം ഒരു കഴിവില്ലേ? അതിന് വിവരക്കേട് വെച്ച് പറയാനാണെങ്കിൽ എന്താണല്ലോ അത് വല്ലാത്ത കഴിവ്. ലോകത്തിൽ ആർക്കും ദൈവം എന്ത് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെയൊക്കെ പ്രസംഗിച്ചിരുന്ന 4 ട്രാൻസാക്ഷനാണ്. കാരണം പല രാജ്യങ്ങളിലെ ആൾക്കാരുണ്ട്, പല സ്റ്റേറ്റുകളിലെ ആൾക്കാരുണ്ട്. 4 ട്രാൻസാക്ഷൻ: ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ്. മീറ്റിംഗ് എല്ലാം കഴിയുമ്പോൾ അവർ വന്ന് ഞാൻ ട്രാൻസ്ലേറ്റ് ഞങ്ങളോട് പറയും എല്ലാ വാക്കുകളാണോ നിങ്ങൾ ഈ മലയിടിക്കുന്നൊക്കെ ഇറങ്ങിപ്പോയി കൈകളെ അറിയാലോ ഭാഷമാരെ. എല്ലാ വാക്കുകളാണ്, എല്ലാം പ്രസംഗമാണ്. ഈ ഭാഷയുടെ പ്രത്യേകത എന്റെ പൊതു ഭാഷ പ്രസംഗിക്കാനും അറിയത്തില്ല. അവിടെ കാണാൻ നമ്മൾ മലയാളത്തിൽ പോയത് ഓർമ്മിക്കുക. പക്ഷെ പോയ ദൈവാസം പറഞ്ഞ കാര്യമുണ്ട്, പ്രസംഗമല്ല ഒക്കോ. പക്ഷെ ഈ പ്രസംഗത്തിന്റെ അവസാനം ഇതിനെ കൈ ഉയർത്തി നിൽക്കും. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കൈ ഉയർത്തി നിന്നിട്ട് ഒരൊറ്റ പ്രാർത്ഥന കൂട്ട സൗഖ്യങ്ങൾ നടക്കുന്നു. ഈ പ്രസംഗമൊന്നും വേണം, ഉണർന്നു കൊണ്ടുവരാൻ. മോശ പ്രസംഗിച്ചുകൊണ്ടല്ലോ 30 ലക്ഷം പുറകിൽ നിന്ന് കൈ ഉയർത്തി നിൽക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരുത്തരുണ്ടെങ്കിൽ ദേശത്തെ തമ്മിൽ പോകും. എനിക്കറിയുന്ന ഭയങ്കര ദൈവശക്തി റിലീസ് ആകുന്നുണ്ട്. ജനങ്ങളുടെ പ്രവചനമാണ്. പ്രാർത്ഥിക്കുന്നവരെ എല്ലാം ദൈവം ദേശത്തെ പോകും. എല്ലാവർക്കും വീഡിയോ കോൾ ചെയ്യാനും ചുമ്മാതെ കയറി നോക്കണം. നമ്മുടെ ഈ ഒരു ലൊക്കേലിന്റെ പണ്ടാര പറഞ്ഞ പോലെ ഞാൻ വിവാഹം കഴിച്ചപ്പോൾ ഞാൻ എന്റെ വൈഫിന് ഒരു ഫുഡ് മേടിച്ചു. അവിടെ എന്നോട് എന്റെ അച്ചാച്ചനുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു ഫുഡാ. അവിടെ ഇങ്ങനൊരു സാധനത്തിൽ ഞാൻ കേട്ടിട്ട് പോലും. നമ്മുടെ ഈ കൊണ്ടക്കുളത്തേക്ക് കിടന്നിങ്ങനെ കറങ്ങാതെ ഈ ഉണർവ് നടക്കുന്നതും വിവേചനം നടക്കുന്നതും ഇതെല്ലാം നിങ്ങൾക്ക് ദൈവം ഇന്ന് അതിനോടൊപ്പം ഇതൊക്കെ ദൈവം നമുക്ക് വേണ്ടിയുടെ തരുന്നത്. അല്ലാതെ ഇതിനകത്തൊക്കെ കാണണം. ഞാൻ എപ്പോഴും എന്റെ ചർച്ചനകത്ത് പറയും, ഞാൻ ചർച്ച പറഞ്ഞില്ല 1 വർഷമായതേ ഉള്ളൂ. എനിക്ക് ഒരു മനുഷ്യൻ വിചാരിക്കാൻ പട്ടണത്തിൽ ചർച്ച തുടങ്ങുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടിരിക്കും. നിങ്ങൾക്കറിയാം ഈ അടിമാലി എന്ന് പറഞ്ഞ എനിക്ക് ആൾക്കാരുണ്ട്. കട്ടപ്പന എന്ന് പറയാൻ ആൾക്കാരുണ്ട്. മൂന്നാമെന്ന് പറയാൻ ആൾക്കാരുണ്ട്. എനിക്കൊരു മനുഷ്യനെ പരിചയമില്ല. എനിക്ക് ആരെയും പറ്റില്ല. എനിക്ക് ആകെ പ്രതീക്ഷ ഞാനും എന്റെ ഭാര്യ എന്നെ വിളിച്ചു. ഞാൻ വിവാഹം കഴിച്ച 3 മണിക്ക് വരുന്നത്. എന്റെ അമ്മായിയമ്മ പോലെ എന്നോട് നിൽക്കത്തില്ല. കാരണം അവർ വേറെ ചർച്ചയിലാ പോകും. എന്നോട് ഒത്തിരി വട്ടം ചോദിച്ചു. അവരൊക്കെ എന്നോട് നേരിട്ട് ചോദിക്കുമ്പോൾ ഇതല്ലാത്ത പലവട്ടം മോളെ വേണോ പിടിച്ചിട്ട് ഇപ്പൊ ഇത് വേണോ, ഇപ്പൊ ഇത് ചെയ്യണമെന്നൊക്കെ. ആരും ഇല്ല കൂടെ നിൽക്കാൻ. നിങ്ങൾക്ക് 1 വർഷമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ചർച്ചയിനകത്ത് 104 പേരൊക്കെ വരും. എന്റെ പ്രസംഗം കേട്ടിട്ടല്ല. ഞാൻ ഒരു വീട്ടിൽ സുശേഷം പറയാൻ പോയിട്ട് അവിടെ നമ്മുടെ ഉണർവിന്റെ തുടക്കം ഞാൻ പറയും. YMCAക്കകത്തേക്ക് ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം വർഷം ഒരു 15 പേര് വരുന്നുണ്ട്. ഒരു ദിവസം വൈകുന്നേരത്താണ് ഞാൻ ആരാധന തുടങ്ങിയത്. ഒരു ദിവസം വൈകുന്നേരം ആരാധന തുടങ്ങിയ സമയത്ത് ഒരു സ്ത്രീയെ കൊണ്ടുവിടാൻ ഒരു ചെറുക്കം വന്നു. ആ സ്ത്രീയോട് ഞാൻ സ്ത്രീയോട് വിഷമിക്കില്ല. ദിവസത്തിന്റെ സ്ത്രീയാണ്. ആ സ്ത്രീയോട് പറഞ്ഞു, പക്ഷേ ഇവനോടൊന്ന് ആരാധനയ്ക്ക് വരാൻ പറയുമോ എന്നോട് ചോദിച്ചു. ഞാൻ ഇവന്റെ മുഖത്ത് നോക്കിയിട്ട് എടുത്തടിച്ച് പറഞ്ഞു, ഇവനൊന്നും ആരാധനയ്ക്ക് വരണ്ടാവുന്നു. സത്യമായിട്ടും ബൈബിളിൽ നോക്കുന്നുണ്ട്. ഇവനൊന്നും ആരാധനയ്ക്ക് അവർക്കുള്ള ഷോക്കായി. ഇവരെന്തോ പാസ്റ്ററാണ് സാധാരണ പുറകിലുള്ളത്.
പിറ്റേ ആഴ്ച പോയി അവന്റെ അപ്പനെ വിളിച്ചോളൂ. അവന്റെ അപ്പം പോയി അവന്റെ അപ്പന്റെ അനിയനെ വിളിച്ചോളൂ. അപ്പന്റെ അനിയൻ പോയി അപ്പന്റെ അനിയന്റെ കുടുംബക്കാരെ മൊത്തം വിളിച്ചോളൂ. നിങ്ങൾക്കറിയാം, ഒറ്റ ഒരുത്തനാണ് ചാച്ചകളെ കൊണ്ടുപോയി. അവർ സാധാ കുടുംബക്കാരല്ല, മൂവാറ്റുപുഴയിൽ അറിയപ്പെടുന്ന ബിസിനസ്സുകാരാണ്. പാലപ്പുറം എന്ന് പറയും, അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ. അവന്റെ അപ്പം വന്നിട്ട് മൂന്നാമത്തെ ആഴ്ച എന്നോടെന്ന് പറഞ്ഞൊരു പദമുണ്ട്, എന്റെ ലൈഫിൽ എനിക്ക് കണ്ടുകൂടാത്തൊരു ജാതി നിങ്ങളാണ്. പെന്തക്കോസ് എന്ന് പറഞ്ഞ എനിക്ക് അലർജിയായിരുന്നു. ഇന്ന് വരെ എന്റെ വീട്ടിൽ ഞാൻ മദ്യപിക്കാതെ കിടന്ന ഒറ്റ ദിവസമില്ല. നിങ്ങൾക്കറിയാമോ, രാവിലെ കടയിൽ പോകാൻ ഇറങ്ങിയ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. വൈകിട്ട് കടയിൽ കൊണ്ട് കുളിക്കുക, വൈകിട്ട് വായിച്ചു തീർത്തു. എന്നോട് 2 വട്ടം പറഞ്ഞ് സ്നാനം കൊണ്ടു. ഞാൻ പറഞ്ഞാൽ എനിക്കവിടെ തോന്നിയത് വരട്ടെ, സ്നാനം കൊണ്ടോ വേണ്ടത്. ഈ നമ്മുടെ ഇങ്ങോട്ടുമില്ലേ, ഈ സത്യത്തിൽ അതൊക്കെയാണ് നമ്മൾ ഏറ്റവും വലിയ പരാജയങ്ങളും ഈ സത്യത്തിൽ പെന്തക്കോസിന്റെ അടിത്തറയുള്ള ചില വിവരമില്ലാത്തവരാണ്. എന്നാ ഇങ്ങോട്ട് വന്ന് സ്നാനം എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ പിടിച്ച കുത്തി. അതിലൊരു വാക്യം കൂടെ ഉണ്ടല്ലോ, ആരാ? തേരിപ്പോയ ഷണ്ണൻ. അപ്പൊ തേരിപ്പോയ ഷണ്ണനെ ക്ഷേത്രത്തെ മുഴുവൻ വ്യാഖ്യാനിച്ചു കൊടുത്തവൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് കണ്ടോ മുങ്ങി. എന്നോട് ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ 2-3 ആഴ്ച 3-4 ജില്ലയിൽ ഞാൻ നിങ്ങളുടെ ബോധ്യത വരണം. അതിന് ഇതേപോലെ എന്നോട് പറഞ്ഞ സ്നാനം എന്നോട് ചോദിച്ചോ, 1 വർഷമായിട്ട് ഞാൻ എന്നോട് പറഞ്ഞ സ്നാനം പോകണം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ സ്നാനപ്പെട്ടോളാം. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ചിലരെ ഞാൻ 2-3-4 ആഴ്ച സ്നാനപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് നമ്മുടെ അകത്തൊരു ബോധ്യത പറഞ്ഞു, ഇവർ സ്നാനം എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ടിട്ട് 4 നേരം അപ്പത്തേക്ക് കൂടി പിടിച്ചാൽ എന്താ പ്രശ്നമുണ്ടാവും. ഞാൻ പറഞ്ഞത് റിവൈവൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അന്നേരം നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ ആദ്യം മാറണം, നമ്മുടെ മനസ്സ് മാറണം. ഞാൻ മൂവാറ്റുപുഴ വന്നാൽ ഞാൻ ആ വൈകിട്ട് ആരാധന വൈകി പെട്ടെന്ന് ദൈവത്തോട് വൈകിട്ടത്തെ ആരാധന സ്റ്റോപ്പ് ഈ മോർണിംഗ് പോകാൻ. ഈ വൈകിട്ട് ആരാധന നടത്തുന്ന പ്രത്യേകതല്ല, അവിടെ നിന്നുള്ളവരല്ല വരും. ഈ നമുക്ക് ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം, ഈ ടാങ്കിൽ കിടക്കുന്ന മീനെ പിടിക്കുന്നു. പക്ഷെ ഉണർവെന്ന് പറഞ്ഞാൽ അതല്ല, കടലിൽ കിടക്കുന്ന മീനെ പിടിക്കുന്നു. അതായത് ഉണർവെന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തെ കാര്യങ്ങൾ. പിന്നെ ഞാനിപ്പോൾ എന്റെ ചർച്ച പറയാം, ആത്മഹത്യക്ക് വെച്ചാൽ പോകണം അറ്റൻഡ് ചെയ്യണം. കാരണം ഞാൻ ഈ ഗ്രാമപ്രദേശത്ത് നിങ്ങളെപ്പോലെ പറയുന്ന സ്ഥലത്ത് ജീവിച്ചു വളർന്നുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആടും മാടും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആടിനൊന്നും കെട്ടിയിടത്തില്ല. ഞങ്ങൾ ആടിനൊന്നും അയച്ചിട്ടുള്ള പുള്ളി രാമച്ചന്റെ പറമ്പിൽ പോകും, കറിയാച്ചന്റെ പറമ്പിൽ പോകും, ഏഴാമത്തെ തന്നെ കീറുന്നു. പക്ഷെ വൈകിട്ട് കിട്ടി വൈകിട്ട് എവിടെ വേണേലും പോയി കഴിച്ചോ ഫുഡ് അല്ലേ. നമ്മൾ കുറേ നാളെ പുറത്തുനിന്ന് കഴിച്ചപ്പോൾ പറയുന്നത് ഈ വിദേശത്ത് യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ കാലം പഠിച്ചിട്ട് കഞ്ഞി കിട്ടാൻ പറ്റും. റിവൈവൽ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ കാണുന്ന കുറച്ച് ചാട്ടവും ബഹളവും ഒന്നുമില്ല. നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ അവിടെ മാറണം, നമ്മുടെ ചിന്താഗതികൾ മാറണം. നമ്മൾ ഈ 40 അടിക്കുള്ള 20 അടി രീതിയിലുള്ള നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആ അടിത്തറ ആദ്യം ഇടണം. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അടിത്തറ ഞാൻ ചർച്ചകളുടെ മാസ്റ്ററായിരുന്നു, ഇപ്പോഴത്തെ ചർച്ചകളുടെ മാസ്റ്റർ. പക്ഷെ സ്വതന്ത്രമായിട്ടാണ് നിൽക്കുന്നത്. ജനിച്ചതും വളർന്നതും എല്ലാം ചർച്ചകളിലല്ല, ഞാനിപ്പെടുത്തി ചെറിയ. പക്ഷെ ഈ ആരുടെയൊക്കെ മൈൻഡിനകത്ത് വ്യത്യാസം വരുമ്പോ ചിന്താഗതികളൊന്നും തിരിയാതെ ഒരിക്കലും നമുക്കൊരു റിവൈവൽ എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. കമ്മലിട്ടവൻ കയറി വരും, മാലയിട്ടവൻ കയറി വരും. ഇതൊക്കെ റിവൈവലാക്കുള്ളത് അവനോട് അവൻ അക്സെപ്റ്റ് ചെയ്തെന്ന് പറയുന്നത് റിവൈവലില്ല. മീറ്റിംഗിനകത്ത് കണ്ടുകൊണ്ടിരിക്കുക, കഴിഞ്ഞ ദിവസം മീറ്റിംഗിനകത്ത് ഒരച്ഛൻ അരക്കച്ചയൊക്കെ കെട്ടി മീറ്റിംഗിനകത്ത് വന്ന് നിൽക്കുക. ആ സെക്രട്ടറി എന്നാൽ തിരിഞ്ഞു ഒറ്റ തോന്നുന്നു കണ്ടതിനായിട്ട് 500 വർഷം പ്രാപിച്ച അച്ഛനോട് പിടയ്ക്കുമെന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ഇന്നലെ പ്രസംഗിച്ച പാലക്കാട് ഇന്ന് പ്രസംഗിക്കുന്ന ഒരു ഓർത്തഡോക്സിന്റെ അച്ഛനാണ്. എങ്ങനെ പിടിക്കപ്പെട്ടെ എയർപോർട്ടിനകത്ത് അച്ഛൻ ഇരിക്കും. അച്ഛൻ്റെ ഒപ്പം നമ്മുടെ ഭാഷ പോയിരുന്നു. ഈ ഭാഷയുടെ രാത്രി 1 മണിക്ക് പ്രാർത്ഥിക്കുന്ന ശീലക്കാരൻ. നിങ്ങളെത്ര പ്രായമില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങളെ പറ്റി പറയുമ്പോൾ പ്രാർത്ഥനയില്ല, ഞങ്ങൾ ഒത്തിരി കർത്തതയിൽ കൂടെ. എനിക്ക് ഭയങ്കര ഏറ്റവും സന്തോഷം എന്നെ ഈ അവളെക്കാരെ കുറിച്ച് പ്രസംഗിച്ചതിനേക്കാൾ എനിക്ക് ഇഷ്ടം. ഞങ്ങളെ
നിങ്ങളെ ഇപ്പോൾ ഉള്ളവരിങ്ങനെയുള്ള ജനുവിനായിരിക്കണം കേട്ടോ. അവർക്ക് ഒരു മണി ടൈമിൽ അവർക്ക് എയർപോർട്ടിനകത്ത് നിങ്ങളെ പ്രാർത്ഥിക്കും. ഈ വർഷം ഈ അച്ഛൻ ഒരു ചെറുപ്പക്കാരനുണ്ട് എയർപോർട്ടിനകത്ത് എയർപോർട്ടിൽ വെളിയിലാണ് 3 മണിക്കൂർ ശേഷം എയർപോർട്ടിനകത്ത് എത്തിയാൽ പറ്റുന്നത്. 3 മണിക്കൂർ മുമ്പേ ചിലപ്പോൾ എയർപോർട്ടിൽ വെളിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും. അച്ഛൻ ചെറുപ്പക്കാരൻ രാത്രി അന്വേഷണമായി അച്ഛൻ ചെറുപ്പം വെച്ചു ഈ പ്രായത്തിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കും. ഇവരുടെ ഒറ്റ ചോദ്യം, കാനഡയിലുള്ള മോളുടെ അഡ്മിഷൻ മോളുടെ പരീക്ഷയിൽ തോറ്റതിനകത്ത് വിഷമിക്കുന്ന ദൈവം അനുഭവം ചെയ്യും. ഓർത്തഡോക്സിനെ അച്ഛൻ വെട്ടിപ്പോയിടാ എന്റെ കാനഡയിലെ മോള് പരീക്ഷ കഴിച്ചിട്ട് എന്റെ മോള് കാനഡയിലുള്ള ആരാ പറഞ്ഞത്? അതാ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആ അച്ഛനാണ് പാലക്കാട് പ്രസംഗിക്കുന്നത്. എഴുതി വെച്ചോ, ഈ പട്ടണത്തിനകത്ത് ഈ മലമടക്കുന്നത് ബൈബിളിലെ വാക്യം ബൈബിളിലെ വാക്യം ദൈവവചനം പരന്നു, ദൈവവചനം വ്യാപരിച്ചു, ദൈവവചനം പരന്നു എന്നിരിക്കുന്ന അടുത്ത പദം അനേകം ക്രിസ്തുവിനെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. മതപുരോഹിതന്മാരും മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് ബന്ധനമില്ലാത്തത് കൊണ്ട് നമ്മുടെ പെന്തക്കോസ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പെന്തക്കോസിന്റെ കണ്ണാടി വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് റിവൈവലിൽ നിൽക്കാൻ പറ്റത്തില്ല. ആ കണ്ണാടി ആദ്യം തിരികളയണം, എന്നിട്ട് ക്രിസ്തുവിന്റെ കണ്ണാടി എടുത്ത് വെക്കണം. അതെ, ഒരു 30 വർഷത്തിന് വേണ്ടി പെന്തക്കോസിന്റെ പാരമ്പര്യം ഒരു കാര്യം ഉയർത്തി. എനിക്കൊരു 50 വർഷത്തിന്റെ പാരമ്പര്യം. ഞാൻ ജനിക്കുന്നതിന് 15 വർഷം മുമ്പ് എന്റെ അമ്മ വിശ്വാസിയാണ്. അതിന് എത്ര വർഷമായിരുന്നു? പക്ഷെ നമ്മൾ ഈ ചിന്താഗതി വെച്ചുകൊണ്ട് റിവൈവലിൽ നിൽക്കാൻ പറ്റത്തില്ല. ഈ കണ്ണാടി ആദ്യം മാറ്റണം. ഈ കണ്ണാടി മാറ്റിയിട്ട് ക്രിസ്തു എന്ന കണ്ണാടി എടുത്തു വെച്ചാൽ നമ്മുടെ മുമ്പിൽ റിവൈവൽ സ്റ്റാർട്ട് ചെയ്യും. കൂട്ടസ്നാനങ്ങൾ നടന്നു, ദേശത്തിന് കൂട്ടത്തോടെ ജനങ്ങൾ വിടുവിക്കപ്പെടും. വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്തിന്റെ സമയം. വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ സീസണാണ്, ഇത് ഇടുക്കിയുടെ സീസണാണ്, ഇത് കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റുകളെ ദൈവം കൊടുത്ത സീസണാണ്. ഇന്ത്യക്കകത്ത് 28 സ്റ്റേറ്റുകളെ ദൈവം കൊടുത്ത സീസണാണ്. ഞാൻ ഹിസ്റ്ററി പഠിച്ച ഒരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്കറിയാം, എവിടെങ്കിലും നദി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മലയിൽ ഒഴുകിയുള്ളൂ. ആണോ? അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കും. നിങ്ങൾ ഇവിടെ കൊണ്ട് താഴോട്ടാവും. അടുത്ത തലമുറ അതിനെ പിടിക്കാൻ വേണ്ടിയാണ്. വ്യക്തമായി പറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. എന്താ അടുത്തിരിക്കുന്ന രാജ്യം പിടിച്ചിട്ടുണ്ടോ? നോക്കണം, എന്റെ രാജ്യത്ത് ഉണർന്നു വരാൻ പോകുന്നു. എന്റെ രാജ്യത്ത് ഉണർന്നു വരാൻ പോകുന്നു. അയ്യോ, നിങ്ങൾ ഈ മീറ്റിംഗിനായിട്ട് കടമാനവും പ്രശ്നമൊക്കെ ചിന്തിക്കുന്നെങ്കിൽ അത് പ്രചരണം പറയുവാണെങ്കിൽ ഞാൻ പറയാം. പക്ഷെ ഞാൻ നിങ്ങളെ റിവൈവലിന് പേര് കൊടുത്ത് അതിന് ഒരു പ്രശ്നം ഉപവാസം കൊണ്ടിട്ടാണ് സംസാരിച്ചത്. റിവൈവൽ പറഞ്ഞുകൊണ്ട് എന്റെ രാജ്യത്ത് എവിടെ വരാൻ പോകുന്നത്. ഇനി എന്തുകൊണ്ടാണ് ആഫ്രിക്കയിൽ ഇത്ര ഉണർവ് നടക്കുന്നത്? അതിനൊറ്റ കാരണം, അതിന് ഒന്നാമത്തെ കാരണം ഈ ക്രൂശിലേക്ക് പിടിച്ചൊരു മനുഷ്യനുണ്ട്. ആരാ? ആരാ? പുള്ളി പിടിച്ചത് ക്രൂശിലാണെങ്കിൽ പുള്ളി തൊട്ടത് എന്തിനാ? പുള്ളി പിടിച്ചത് തടിയിലാണ്, പക്ഷെ പുള്ളിയെ തൊട്ടത് എന്താ? രക്തം. പുള്ളി മനസ്സിലാവാസോടാണെങ്കിൽ എടുത്ത് തോളി വെക്കുമ്പോൾ പുള്ളി അറിഞ്ഞില്ല പുള്ളിയുടെ ശരീരത്തെ സ്പർശിച്ചതെന്താ? അവൻ മനസ്സിലാവാസോടാ എടുത്തത്. അവൻ വെച്ചത് അച്ഛത്ത പൈമ്പര തടിയാണെങ്കിലും അവൻ അറിഞ്ഞില്ല ഗവത മുതൽ തകർക്കപ്പെട്ട ഉഴവജാല പോലെ കീറിയ ചുമ്മാ നമ്മളെ ഇമാജിൻ ചെയ്താൽ മതി. അടിച്ചു തകർക്കപ്പെട്ട് കണ്ടാൽ ആളാണെന്ന് തോന്നുന്ന ഒരു വിരൂപനായ ഒരു മനുഷ്യന്റെ തോളിലോട്ട് പച്ച പൈമ്പര തടിയെടുത്ത് വെച്ചു കൊടുക്കുമ്പോൾ ആ ക്രൂശിനകത്ത് ബ്ലഡുണ്ട്, ആ ക്രൂശിനകത്ത് മാംസമുണ്ട്, ഇതെല്ലാം ഉണ്ട്.
ഒന്നുകൂടെ പറഞ്ഞാൽ കുറേനക്കാരെ കയറി ക്രൂശിൽ ഒന്ന് തൊടുമ്പോ ആ ക്രൂശിനകത്തെ ബ്ലഡും ആ ക്രൂശിനകത്തെ മാംസവും എല്ലാം അവന്റെ ശരീരത്തിനകത്താണ്. അമ്പുരാൻ പറഞ്ഞ മനസ്സിന്റെ മനസ്സോടാണെങ്കിലും നീ തൊട്ടതല്ലേ ഞാൻ അനുഗ്രഹം നിന്റെ നമ്മളെ തൊട്ടാൻ പോകും. പക്ഷെ അന്നത്തെ ദിവസം വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ വസ്ത്രത്തിൽ ചെടിയല്ല, വസ്ത്രത്തിൽ അഫ്രിക്കല്ല, വസ്ത്രം മുഴുവൻ ചോരയും മാംസവും. നമ്മൾ വീട്ടിൽ കയറുമ്പോ അലക്സാണ്ടർ ദിവസമൊക്കെ കാത്തിരിക്കെല്ലാവരുടെ ഇപ്പോഴും എനിക്കറിയാം. എന്റെ 3 വയസ്സിൽ പോകുന്നുണ്ട്. എവിടെ പോയാലും എനിക്ക് എപ്പം വരും, ഒന്നും കണ്ടാ മതി. അപ്പൻ വൈദ്യുതി കയറി ചെല്ലുമ്പോ അലക്സാണ്ടർ ദിവസമൊക്കെ കാത്തിരിക്കും. എല്ലാ ദിവസവും വൈദ്യുതി വരുമ്പോ അപ്പൻ എന്താ ചെളി വീഴേണ്ട വസ്ത്രം, എന്റെ അപ്പൻ അങ്ങനെ കയറി വരാറുണ്ട്. ചെളി വീഴേണ്ട വസ്ത്രമൊക്കെയായിട്ടാണ് കയറി ചെല്ലുന്നത്. പക്ഷെ അന്നത്തെ ദിവസം തന്നെ വീട്ടുകാരെ പോലും പേടിച്ചു കാണും. കാരണം ശരീരം മുഴുവൻ ബ്ലഡ്, ദേഹം മുഴുവൻ മാംസം. പക്ഷെ ഞാൻ വേലക്കാരനെ നോക്കി ഞാൻ ചിരിച്ചോണ്ട് ഞാൻ പറയുന്ന പദം, എന്റെ വേലക്കാരാ, എല്ലാ ദിവസവും നീ വീട്ടിലോട്ട് കയറിയപ്പോ നീ ചെളിയും മണ്ണും നിന്റെ അധ്വാനത്തിന്റെ വിയർപ്പും കൊണ്ട് കയറിയത്. പക്ഷെ ഇന്നത്തെ ദിവസം നീ വീട്ടിലോട്ട് എൻ്റർ ചെയ്യുമ്പോ നീ മാത്രമല്ല, നിന്റെ വീട്ടിലോട്ട് രക്തം കയറുമോ, നിന്റെ വീട്ടിലോട്ട് അവന്റെ മാംസം കയറുമോ. അതിന്റെ റിസൾട്ടാണ് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ എഴുതിയിരുന്നത്. അലക്സാണ്ടറും പിടിച്ചവന്റെ കേറോസില കയറിപ്പോയതെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഉണർവ് വരുമെന്ന് ഞാൻ പറയാൻ കാരണം 12 എണ്ണത്തെ തെരഞ്ഞെടുക്കുമ്പോൾ ആ 12 എണ്ണത്തിൽ ഒരെണ്ണം കയറി ഇന്ത്യക്കകത്തോട്ടാണ്. അവൻ ക്രൂശിക്കുന്നവനല്ല, ക്രൂശിന്റെ അടയാളത്തിൽ വിരലിട്ട് നോക്കിയത്. ഇവിടെ നിന്നോട് വിളിച്ചു പറയുമ്പോ എനിക്ക് ഉണർവ് തന്നാൻ പോകുക. ഇവിടുത്തെ സഭകളെ സാധാരണ ദൈവസഭകളെ ഇവിടുത്തെ സഭകൾക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത പോലെ ഒരാള് ക്രൂശിൽ പിടിച്ചാണ്, ഒരാൾ അതിന്റെ അടയാളത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്കും ആഫ്രിക്കയ്ക്കും ഉണർവിനകത്ത് ഇത്രയും പങ്കെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഞങ്ങളുടെ പ്രസംഗം ചിലപ്പോൾ പറയും, വിളിയുള്ളവരാരും ഇന്ത്യയിൽ നിന്ന് പോവല്ലേ എന്ന് പറയും. പച്ചയ്ക്ക് പറയും, വിളിയുള്ളവരാരും എന്ത് ചെയ്യരുത്, ഇന്ത്യയിൽ പോകരുത്. വിളിയില്ലാത്തവരാണ് ഇന്ത്യയിൽ പോകണം. വിളിയുള്ളവർ ഇവിടെ നിന്നാൽ അവർക്ക് ചെയ്യുന്ന ഒരു റോള് ഈ തലമുറയിൽ തരും. അതിന് പ്രായമില്ല, അതിനൊന്നും വിഷയമല്ല. ഞാൻ ആത്മാവിൽ ഇന്നിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് തീർന്നു പറയും. 85-ാമത്തെ വയസ്സിലാണ് ഒരുത്തം നിന്നിട്ട് പറഞ്ഞ മലയുണ്ടെങ്കിൽ താഴെ വെട്ടിപ്പിടിക്കുക. താഴ്വര പിള്ളേർക്ക് കൂടെ നിങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു, താഴ്വരയിൽ നിങ്ങൾ യുദ്ധം ചെയ്യും, കട്ടിയുള്ളിടത്ത് ഞങ്ങൾ യുദ്ധം ചെയ്യും. അപ്പന്മാർ ഇതിനൊക്കെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ താഴ്വരയ്ക്കകത്ത് നിൽക്കുക, കട്ടിയുള്ളിടത്ത് ഞങ്ങൾ നിൽക്കുക, മല ഞങ്ങൾ വെട്ടിപ്പിടിക്കുക. ഇന്ന് കാലങ്ങളെ പോലെ വിളിച്ചു പറയാൻ കഴിയുന്നവരിതിനൊക്കെ തിരിപ്പുണ്ടെങ്കിൽ ഇന്ന് മകനെ കരങ്ങൾ ഉയർത്തി വിളിച്ചു. ചില ശരീരങ്ങളെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇന്ന് യേശുവിന്റെ നാമത്തിൽ ചില ശരീരങ്ങളുടെ കീഴിൽ. 12 എണ്ണത്തിൽ ഒരെണ്ണം കയറി ഇന്ത്യക്കകത്തോട്ട്. 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 12
40-ാമത്തെ വയസ്സിൽ എഴുന്നേറ്റ് വിളിച്ചു പറയുന്നു, മലതാ വെട്ടിപ്പിടിക്കണം. ആ 40-ൽ ഞാൻ ഒറ്റ നോക്കാൻ പോയപ്പോൾ ആരോഗ്യമുണ്ടല്ലോ, ഇപ്പോഴും അതിന്റെ ശരീരത്തിനകത്തുള്ളത്. ആരോടൊക്കെ പ്രാർത്ഥനയും അടുക്കണ്ട, യുദ്ധം നിർത്തണ്ട, ചിലത് വെട്ടിപ്പിടിക്കുമോ. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം അവനെ തപ്പി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് എന്ത് ചെയ്യാനുണ്ട്, യാത്ര ചെയ്യണം. ആർക്കായി വേദഭാഗം അറിയാത്ത ഏലിയാവ് എന്ന് പറഞ്ഞാൽ ആത്മോപത്തിനകത്ത് ഏലിയാവ് കഴിഞ്ഞുള്ളായിരുന്നു അല്ലേ? പക്ഷെ അത്രയും ശക്തനായ മനുഷ്യൻ പോലും ഒരു ഇടവേള പറഞ്ഞു, മിനിസ്ട്രി വേണ്ട. അത്രയും ശക്തനായ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ല, പറ്റുമെങ്കിൽ എന്നെ കൊല്ലുവോ. അതാ ലിറ്ററലി അതാ പറഞ്ഞു. അത്രയും ശക്തനായ മനുഷ്യൻ പറയുക, ഇനി ഒരടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മുൻപോട്ട് പോകാൻ പറ്റും. ഏലിയാവേ എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഞാൻ ചിന്തിക്കുവാണേ, നോർമലായിട്ടുള്ള എന്റെ ചിന്ത, നമ്മൾ പലരും പോയ പ്രതികൂലത്തിൽ കൂടെ ഏലിയാവ് പോയിട്ട് കൂടി ശുശ്രൂഷ കാണുന്നില്ല. തെറ്റിദ്ധരിക്കപ്പെടണം. ഏലിയാവിനോട് ആകെ എന്തോ പറഞ്ഞു, നിങ്ങൾ കൊന്നുകളയും അല്ലേ? ഇവിടെ ഒരു അഭിഷക്തി അനുഭവിക്കുന്ന പ്രശ്നം പുറത്തെ അടി, അകത്തെ അടി. ഞാനൊരിക്കലും ഒരു ചർച്ചയിൽ പോയി, കേരളത്തിലെ ഒരു വലിയ ചർച്ച, 14,000 ആൾക്കാരുടെ ചർച്ച. എന്റെ കല്യാണം കഴിഞ്ഞു, എനിക്കൊന്ന് 3-ാം മാസം പോലും ആയിക്കോട്ടെ. ആത്മാവിൽ കയറി ഭയങ്കര മിനിസ്ട്രിപ്പെട്ടപ്പോൾ ഡിവോഴ്സിനായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതിനേക്കാൻ പറഞ്ഞപ്പോൾ മെഗാ ചർച്ചയിൽ വെച്ച് 10-100 ഡിവോഴ്സ് നീക്കുന്നു. ആത്മാവിൽ കയറി ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ കുടുംബം നൽകുന്ന ഭയങ്കര പ്രശ്നമാണ്. ഈ ഡിവോഴ്സായി പോകുന്നവർക്ക് പോയാൽ ഇവരെ ജനിച്ച കൊച്ചുകളെന്ത് ചെയ്യും? അവിടെ പ്രശ്നം. നിന്നും ചെറുപ്പം എങ്ങോട്ടും പോവാം, നല്ല കേട്ടോ കേട്ടാതിരിക്കുക. കുഞ്ഞുങ്ങൾ ആരുടെ എല്ലാം വായിരിക്കുന്നത്, ഈ കുഞ്ഞുങ്ങൾ ആരുടെ എല്ലാം പഠിക്കാൻ പോയിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ അകത്ത് നമ്മൾ പറഞ്ഞ് കണ്ടതുകൊണ്ട് ആത്മാവിൽ കയറി പഠിച്ചു. കൂട്ടത്തോടെ ആത്മാർത്ഥത്തോടെ ശുശ്രൂഷിക്കും. അമ്മ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനകത്ത് ഉണ്ടാക്കാൻ, ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കുന്നു, ചിലർ ഫോൺ വിളിക്കുന്നു, ഭയങ്കര റിസൾട്ട് വരുന്നു. തിരിച്ച് ഞാനൊന്ന് വണ്ടി എടുത്തോണ്ട് വരും. ഞാനും എന്റെ വൈഫ് കല്യാണം 3-ാം മാസം തിരിച്ചു വരുമ്പോ 10 മിനിറ്റ് എന്നോട് നമുക്ക് കഴിച്ചാൽ വിശക്കുന്നു. ഇവിടെ പറയാറില്ല. ഞാനാ സാധാരണ 3 മാസത്തെ അറിയുള്ളൂ കേട്ടോ. 3 മാസത്തിനകത്ത് സാധാരണ ഞാനാ ഫുഡ് മേടിക്കാൻ എന്തെങ്കിലും കയറി ഇറങ്ങുന്നതല്ല ഞാനാ. ഞാൻ ഇവിടെ കഴിക്കാം, കുറച്ച് മുന്നോട്ട് ഒരു ഹോട്ടലിൽ കുട്ടിക്കാണെങ്കിൽ ഇവിടെ കയറാം. ഞാൻ പറയാം അത് കൊണ്ടു അത് കുറച്ചുകൂടെ മുൻപോട്ട് പോയപ്പോ ഞാനൊരു ഹോട്ടലിൽ അപ്പോഴേ കഴിയാം. ആലോചിച്ചു കൊട്ടാരക്കര മുതല് മൂവാറ്റുപുഴ വരെ ഒറ്റ ഹോട്ടലിൽ കയറി. അന്ന് വൈകിട്ട് തീരുമാനമാണ്, ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ. അന്ന് വൈകിട്ട്
തീരുമാനമെടുത്തു, ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ. അവള് വയലന്റായില്ല, ഞാനെന്ത് വയലന്റായിരുന്നു. കൈകൊണ്ട് പോകുന്നില്ലേ? അത് വളരെ കുഴപ്പമില്ല. പച്ചയായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് രണ്ടാടി മേടിച്ചാലും കുഴപ്പമില്ല. നമ്മൾ ഈ അഭിനയിക്കുമ്പോഴാണ് പക്ഷെ ഉള്ളതുപോലെ പറഞ്ഞ ബാക്കി കാര്യം പുള്ളിക്കാരൻ ഡീൽ ചെയ്യും. ഒന്നുകിൽ നീ ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ ഞാൻ ഇവിടെ രണ്ടിൽ ഒന്നാണ്. 3-ാം മാസമല്ലേ, കൊച്ചു മേടിച്ചു പോയി. എന്റെ ചൂടാമൊരു കുറവെല്ലാം ഉണ്ടാവും, വരണം. എന്തൊക്കെ ദേശം പോകുമ്പോ എന്റെ ലൈഫ് എന്നോട് ചൂടായിട്ട് പറയാൻ വരുമോ? ഈ വചനം പറയാൻ പോവോ? എന്റെ ലൈഫ് ഞാൻ അങ്ങനെ ആരോട് ചൂടായിട്ട് ഇവിടെ മേടിച്ചു മിനിസ്റ്ററിന്റെ കുടുംബങ്ങളായിട്ട് ഓർപ്പിച്ചിട്ട് വന്നിട്ട് എന്നെ വേണ്ട ഒക്കെ കാണിച്ച് ഇവിടെ കരയാമോ? കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്റെ അകത്തെ ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നുമോ ഈ സൈഡിൽ ഒരാൾ നിന്നിട്ട് ഒത്തിരി കുടുംബങ്ങളെ യോജിപ്പിച്ചില്ലയോ? പെട്ടെന്ന് എനിക്ക് സ്പിരിറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഞാൻ അവിടെ കാലിലോട്ട് വിളിച്ചു. നമ്മളോട് ക്ഷമിക്കണം. ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലാക്കുന്നതാണ് നീ മിനിസ്ട്രിക്ക് തുടക്കം. നമ്മൾ ഇന്ന് അവിടെ എന്താണോ മിനിസ്റ്റർ ചെയ്ത് അതിന്റെ ഈ മിനിസ്ട്രിക്കകത്ത് നമ്മൾ ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്ന അഭിഷക്തന്മാരെ സംബന്ധിച്ചോളം നീ എത്രത്തോളം പൈശാചിക മേഖലയ്ക്കകത്ത് നീ പ്രശ്നക്കാരനാണോ അത്രത്തോളം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് പ്രോബ്ലംസ്. ഞാൻ സത്യമാണ് സഹിക്കുന്നത്, അല്ലാതെ പട്ടണത്തെ പറയാൻ ആത്മമണ്ഡലത്തിൽ കലങ്ങിപ്പോയവരോ നീ ആത്മമണ്ഡലത്തിന്റെ അകത്ത് കൊടുങ്കാറ്റ് പോലെ കയറുമെന്നാണ് ഏരിയാവും. ബൈബിൾ കോളേജിന്റെ സർട്ടിഫിക്കറ്റോ കുടുംബ പേരോ കുടുംബമോ നിങ്ങൾ വായിച്ചാൽ മതി. അന്ന് വരെയുള്ള ഏതൊരു പ്രവാചകനെ എടുത്താൽ അവന്റെ അപ്പന്റെ പേര് പറഞ്ഞാണ് സംബോധന ചെയ്യുന്നത്. ബൈബിളിനകത്ത് 88 പ്രവാചകന്മാരെ എഴുതി വെച്ചിട്ടുണ്ട്. മുഴുവൻ ആൾക്കാരെ അഭിസംബോധന ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞോ ഏതെങ്കിലും ഒരു ബൈബിളിനകത്ത് ഒരു പേരിനകത്ത് ഇവരെ കൊണ്ടുവരും. പക്ഷെ ഈ മനുഷ്യന് പറയാൻ പേര് അപ്പനില്ല, പറയാൻ നാടില്ല. തിഷ്കയിൽ നിന്നും തിഷ്കൻ ആരെ എന്താ ഏതെന്നോ ഒരു കൊടുങ്കാറ്റ് പോലെ അർത്ഥമുള്ളതുകൊണ്ട് കയറുകയാണ്. വന്നിട്ട് ഡയറക്റ്റ് ദൂതുമായി കേൾക്കുന്നത് കൊട്ടാരത്തിനകത്തോട്ട് രാജാവിനോടാണ് ദൂത്. അർത്ഥം ദേശശക്തി ആദ്യം കൂട്ടിക്കൊണ്ടു. അസാധാരണ ശുശ്രൂഷയുടെ മനുഷ്യൻ ശുശ്രൂഷയുടെ ഇടവേളകളിൽ ഒരു മാളികമുറിയുടെ മുകളിൽ ഉയർന്നു നോക്കിയ ഒരു വാക്കിന്റെ പുറത്ത് ഒരു ചൂരച്ചെടിയുടെ കീഴിൽ ചുരുണ്ട് കിടന്നിട്ട് ദൈവത്തോട് പറയുക എടുക്കണം, മിനിസ്ട്രി മതി, ഇനി മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. ആത്മഹത്യ ചെയ്താലും സ്വർഗത്തിൽ പോകുന്ന എന്തെങ്കിലും ഒരു കിട്ടിയില്ല. നമ്മളിൽ പല ദൈവദാസന്മാർ എനിക്കറിയാം, പലരും ജീവിക്കുന്നതിന് കാരണം തന്നെ മരിച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞാൽ വെറുതെ പറയാം. നമ്മളീ കാണുന്നോ മടുത്തുപോയവരെന്ന് നമ്മുടെ കൂടെ മിനിസ്ട്രി ഇറങ്ങിയല്ലോ എന്ന് ചിന്തിച്ച് മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. പക്ഷെ ഇന്ന് പകൽ എന്റെ ദൂത് അങ്ങനെയുള്ള ചിലതിനെ ദൈവം വീണ്ടും തട്ടിയെടുക്കുന്ന പകരം മിനിസ്ട്രിക്ക് ഇറങ്ങിയില്ല. മടുത്തുപോയ എത്ര പേരുണ്ട്? മിനിസ്ട്രിക്ക് ഇറങ്ങിയിട്ട് മനസ്സും അടുത്ത് ജീവിതവും അടുത്ത് നമ്മൾ ചിന്തിക്കുന്ന പോലല്ല. ഒരുപാട് പേരെ ഞാൻ കുറിച്ച് യാത്രയിൽ കണ്ടുപിടിക്കുന്നു. വന്നത് ശക്തമാണ്, ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര പ്രവചനമായിരുന്നു. ഞാൻ ഈ മെസ്സേജ് എടുക്കാൻ തന്നെ എന്റെ ദേശത്ത് ഞാൻ നിൽക്കുന്ന പുനലൂർ എന്ന
ദേശത്ത് ഉള്ള ഒരു ദൈവ മനുഷ്യന്റെ ഇന്നത്തെ സ്ഥിതി കണ്ടപ്പോഴാണ് ഞാൻ ഈ മെസ്സേജ് എഴുതിയത്. ഒരു കാലഘട്ടത്തിൽ ഈ അടിമാലി, കട്ടപ്പന, നെടുങ്കണ്ടം, ഈ ഹൈറേഞ്ച് ഇറക്കിയ ഒരു യൗവനക്കാരൻ ജീവിതത്തിന്റെ അകത്ത് വരുന്ന സമ്മർദ്ദങ്ങളുടെ അകത്തളങ്ങളിൽ എവിടൊക്കെയോ ദൈവമേൽപ്പിച്ച നിയോഗങ്ങളെയും ദൈവമേൽപ്പിച്ച ശുശ്രൂഷകളെയും ഒരു ചുരച്ചെടിയുടെ കീഴിൽ ഒരു കെട്ടിവെച്ച ഇവിടെ കൊണ്ട് മതിയെന്ന് പറഞ്ഞ് ഞാൻ ഇല്ലെന്ന് പറയുന്ന അങ്ങനെ നിൽക്കുന്ന ഒരു ആത്മമണ്ഡലത്തിനകത്ത് നിന്നിട്ട് ഇന്ന് പറയുമ്പോൾ ഇതിനകത്തിരിക്കുന്നവരോടും ഈ ദേശത്തെ നോക്കി ഞാൻ അമ്മാവിന് പ്രവചിക്കുക. അടുത്തൊരു സീസൺ വരുന്നുണ്ട്. പലപ്പോഴും ഞാൻ മനസ്സോട് ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ജോലിക്കാരാണെങ്കിൽ നമ്മൾ പ്രതികരിക്കുമെങ്കിലും ചെയ്യാറുണ്ട്. അല്ലേ? ചിലരൊക്കെ ഇറങ്ങി ഓണ തുള്ളിയൊക്കെ വരുമ്പോഴും ജോലിക്കാരനാരെങ്കിലും ഒന്ന് അല്ലേ? ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, നമ്മളെ പോലുള്ള അഭിഷക്തന്മാരെ ദൈവത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രതികരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ചില സ്ഥലങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇതുപോലുള്ള ജീവിതത്തിന്റെ ചൂരച്ചെടികൾ ചുമക്കുന്ന ചിലരുടെ ശബ്ദം പകരം കേൾക്കുന്നുണ്ട്. പകൽ ഇന്ന് ഈ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിന്റെ തോളിൽ ചൂരച്ചെടിയുടെ ഞാൻ പറഞ്ഞ വാക്കുകൾ ഏതൊരു ആത്മീയന്റെ ജീവിതത്തിലും ഏതൊരു ദൈവവൈദ്യന്റെ ജീവിതത്തിലും ഒരു സെക്കൻഡ് ചാൻസ് ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടെങ്കിൽ ഓർത്തോളം ഒരു സെക്കൻഡ് ചേടി ഉണ്ടെങ്കിൽ ഓർത്തോളം ഒരു സെക്കൻഡ് ടച്ച്. മൂന്ന് കാര്യമാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് ചാൻസ്, എന്താ പറയുക, രണ്ടാമതൊരു അവസരം, രണ്ടാമതൊരു സ്പർശം, രണ്ടാമതൊരു യാത്ര. അത് ഏതൊരു ആത്മീയന്റെ ജീവിതത്തിൽ, ഏതൊരു ആത്മീയതയുള്ള കുഞ്ഞിന്റെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യമാണ്. ഒരു ഒന്നാം വൈകി കാണും നമ്മുടെ ജീവിതത്തിനകത്ത്, അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു രണ്ടാം വൈകി കാണും. ഇനി നമ്മൾ വായിച്ച ഏലിയാവിനോട് ചോദിക്കാം, ഏലിയാവേ, അങ്ങയുടെ ജീവിതത്തിന്റെ ഒന്നാം വൈകി എവിടെയാണ് തുടങ്ങിയത്? ഏലിയാവ് തിഷ്ബിയിൽ തുടങ്ങി ചൂരച്ചെടിയുടെ കീഴിൽ തീർന്നു. അങ്ങനെയാണെങ്കിൽ ഏലിയാവേ, അങ്ങയുടെ ജീവിതത്തിന്റെ രണ്ടാം വൈകി എവിടെ തുടങ്ങി? തീർന്നെന്ന് പറഞ്ഞ ചൂരച്ചെടിയിൽ തുടങ്ങി. ഏലിയാവിന്റെ ഒന്നാം വൈകി എവിടെ തുടങ്ങി? തിഷ്ബിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എവിടെ വന്നു നിന്നു? ചൂരച്ചെടിയുടെ കീഴിൽ വന്നു. ഇവിടെ കൊണ്ട് ഏലിയാവ് ഇല്ല, മിനിസ്ട്രി ഇല്ല, ജീവിതമില്ല, ഒന്നുമില്ല, ചത്താവും. പക്ഷെ തമ്പുരാൻ പറയുക,
ഭൂമിക്ക് പുറത്തു നാം ഉൾപ്പെടുത്തുന്നത് തിരിച്ച് ആ പർവ്വതമുകളിൽ ദൈവത്തെ അടക്കുന്നത വരെയുള്ള യാത്ര. എന്തോ ഇന്ത്യ ഭൂമി അടിമാലിക്കകത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ചില അഭിഷക്തന്മാരുടെ, ചില സഭയുടെ, ചില വ്യക്തികളുടെ, ചില കുടുംബങ്ങളുടെ സെക്കൻഡ് ഷേപ്പിൽ ഇതിനകത്ത് സ്റ്റാർട്ടാവുകയാണ്. ആത്മാവ് തൂതുവരികയും സെക്കൻഡ് ഏഴുണ്ട്, സെക്കൻഡ് ചാൻസ് ഉണ്ട്, സെക്കൻഡ് ടച്ച് ഉണ്ട്. ഇത് രണ്ടും ഏരിയയുടെ ഒരു സെക്കൻഡ് ടച്ച് കിട്ടി, ഒരു സെക്കൻഡ് കേടി കിട്ടി, ഒരു സെക്കൻഡ് ചാൻസ്. മോശ വിളിച്ചാൽ മോശ പറയും എന്റെ ലൈഫിൽ വെച്ച ഒരു ഒന്നാം വൈദ്യം, ഒരു രണ്ടാം വൈദ്യം. നിങ്ങൾ വിളിച്ചു നോക്കുക, നിങ്ങൾ ഏരിയാവിനെ വിളിച്ചാൽ ഏരിയാവ് പറയും എന്റെ ലൈഫിലുണ്ട് ഒരു ഒന്നാം വൈദ്യം, ഒരു രണ്ടാം വൈദ്യം. നിങ്ങൾ പുസ്തകത്തിലെ നവോമിയെ വിളിച്ച് അവൾ പറയും എന്റെ ലൈഫിലുണ്ട് ഒരു ഒന്നാം വൈദ്യം, ഒരു രണ്ടാം വൈദ്യം. പക്ഷെ ഇതിന് ഇവിടെ നിന്ന് തുറന്നു പറയുമ്പോൾ എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനോട് ആഴത്തിൽ പറയാൻ പറയുന്നു. ചിലരുടെ ഒന്നാം വൈദ്യം തമ്പുരാൻ ഇന്ന് പകൽ അടിവരയിടും. ഈ പകല് മുതൽ ചിലർ അവരുടെ സെക്രട്ടറി അകത്തേക്ക് കയറും. വിശ്വസിക്കാൻ കൃപയുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു എന്റെ ജീവിതത്തിന്റെ, എന്റെ ശുശ്രൂഷയുടെ, എന്റെ ആത്മീയ ജീവിതത്തിന്റെ ഒരു രണ്ടാം വൈദ്യത്തിലേക്ക് ക്രിസ്തീയജീവിതത്തിന്റെ ഒന്നാം മൈൽ എന്ന് പറയുമ്പോ അതിനെ രണ്ട് പദം കൊണ്ട് നമുക്ക് തിരിക്കാം. സ്ത്രീജീവിതത്തിന്റെ ഒന്നാം മൈൽ നിന്റെ ഇന്നലകളാണ്. ക്രിസ്തീയജീവിതത്തിന്റെ രണ്ടാം മൈൽ നിന്റെ ഇന്നലകളെ ജയിച്ചാൽ നാളുകളിലേക്ക് കയറാം. ഇതൊക്കെ പറഞ്ഞിട്ട് ആരും പിടിക്കുന്നു. ഞാനിത് പറയുമ്പോഴും അടുത്തൊന്നും പറയാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ ഏതൊരു മനുഷ്യനും ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട്, ഏതൊരു മനുഷ്യനും ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട്, ഏതൊരു മനുഷ്യനും ഒരു സെക്കൻഡ് ടച്ച് ഉണ്ട്. പക്ഷെ പുസ്തകത്തിനകത്ത് തന്നെ ഇതുള്ളപ്പോൾ ഇത് ഉപയോഗിക്കാത്തവരുണ്ട്. ഒന്നാം മൈലിൽ കൊണ്ട് ക്രിസ്ത്യ ജീവിതം തീർത്ത ഒത്തിരിയാണ് ഈ പുസ്തകത്തിനകത്ത് നമ്മുടെ കുടുംബത്തിലുണ്ട്. ഞാനെപ്പോഴും അതിനകത്ത് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ള അനന്യാസ സഭയിലെ അവര് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒന്നാം മൈൽ കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചവരാണ്. കാരണം അവർ തുടങ്ങിയത് മാളിക കുറിക്കാത്ത തീർന്നത് മാളിക കുറിക്കാം തുടങ്ങിയതല്ല, മാളിക കുറിയുടെ അടക്കം. എങ്ങനെ തുടങ്ങിയത്? പിളർന്ന അഗ്നിനാവും ശരീരത്തിൽ പതിയുന്ന തീയും ഇതെല്ലാം കണ്ട തുടങ്ങിയത്. പക്ഷെ ക്രിസ്ത്യ ജീവിതം അധികം മുന്നോട്ട് പോയില്ല. അതേ മാളിക കുറിയുടെ അടക്കം അതേ മാളികമുറിയുടെ അകത്ത് അവരുടെ ഒന്നാമയിലുള്ള ഒരു ജീവിതം തീർന്നു. ഇനി യേശുവിനെ കൂടെ നമ്മളൊരു മനുഷ്യനുണ്ട്, യൂദ. അവൻ ഒന്നാമയിലുള്ള ജീവിതം തീർത്താണ്. അവിടെ രണ്ടാമത്തെ എന്ന് പറയും ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒന്നാം മൈൽ എന്ന് പറയുന്നത് അത് ബെത്ലഹേം മുതൽ ഗദശമന വരെയുള്ള യാത്ര. എന്താ? ബെത്ലഹേം മുതൽ ഗദശമന വരെയുള്ള യാത്ര. ഈ യാത്ര ഈസിയാണ്. ഈ യാത്രയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ യാത്ര അത്ഭുതമുണ്ട്, അടയാളമുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഗതശമന മുതൽ ഇതൊന്നുമില്ല. ഗതശമന മുതൽ ജീവിതത്തിന്റെ റിയാലിറ്റിക്കകത്തേക്ക് കയറുക. അവിടെ നിനക്ക് ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. യാക്കോബിനെ വിളിച്ച യാക്കോബ് പറയും അപ്പന്റെ വീട്ടിൽ നിന്നും ലാബാന്റെ വീട് വരെയുള്ള യാത്ര. അതല്ല ജീവിതത്തിന്റെ ഒന്നാം മൈൽ യാത്രയാ. 20 വർഷത്തിന് ശേഷം ലാബാന്റെ വീട്ടിൽ തിരിച്ച് അപ്പന്റെ വീട്ടിലോട്ടൊരു യാത്രയുണ്ട്. അതല്ല ജീവിതത്തിന്റെ രണ്ടാം മൈൽ. അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്നാം മൈൽ എന്ന് പറഞ്ഞ് ബെത്ലഹേമിൽ തുടങ്ങി എവിടെ തീരും? ഗർശമനയിൽ തീരും. ഞാൻ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒന്നാം മൈൽ യാത്രക്കാരെ ആദ്യം കൊണ്ടുവരും, എന്നിട്ട് രണ്ടാം മൈലിലേക്ക് പോയി 1-2 പേരുടെ പേര് കൊണ്ട് പ്രാർത്ഥിക്കും. യേശു 5 പേർക്ക് 5000 പേർക്ക് വീതം വെച്ചപ്പോൾ തിരുവചനം പറയുന്ന 5000 പുരുഷന്മാരെ 20,000 ആൾക്കാർ കഴിച്ചു. 12 കൊട്ട നേർച്ച കൊടുത്തു. അന്നപ്പം കൊടുത്ത്
പറഞ്ഞാൽ അന്ന് രാത്രി യേശു സ്ഥലം വിട്ടു. യേശു മടകൾ അക്കരയ്ക്ക് പോയി. പിറ്റേ ദിവസം ജനം യേശുവിനെ തിരഞ്ഞു വന്നു. യേശു ഇല്ലെന്ന് അറിഞ്ഞു. യേശു അക്കരയാണെന്ന് അറിഞ്ഞപ്പോൾ അവർ വാടകയ്ക്ക് മടകൾ അക്കരയ്ക്ക് എത്തും. അവർ ദൂരത്ത് വരുന്നപ്പോൾ യേശു വന്ന് ഇന്നലെ കഴിച്ച അപ്പത്തിന്റെ ടേസ്റ്റ് കൊണ്ട് വരിക. അവരെ അടുത്ത് വന്ന് കരക്കോട്ട കർത്താവ് പറഞ്ഞ് ഇന്നലെ തിന്നതല്ല എന്നെ തിന്നവൻ എന്നൂരം ജീവിക്കും കൊടുക്കുന്നതാണ് ഞാൻ അവരെ പറഞ്ഞ് കണ്ടുപിടിച്ചപ്പോൾ വന്ന ഒറ്റ ഒന്നത്തെ കാണാനില്ല. തിരിഞ്ഞു നോക്കി പോയി ഒന്നന്മാരുള്ളത്, പക്ഷെ അവരവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഒന്നാം വലിയ യാത്രക്കാരൻ. ഈ അപ്പത്തിന്റെ ടേസ്റ്റ് അറിഞ്ഞ് കൂടെ നടക്കുന്ന ടീമാണ് ഒന്നാം വലിയ യാത്രക്കാരൻ. അവർ ആ അപ്പമില്ലെന്ന് അറിഞ്ഞാൽ അവർ പോകും. പക്ഷെ സെക്കൻഡ് ജേണിക്കാർ അപ്പത്തിന്റെ ടേസ്റ്റ് അറിഞ്ഞവരല്ല, അവർ ശരീരമല്ല ക്രിസ്തുവിനെ അറിഞ്ഞവർ. അനന്യാസും സഫീരയും തുടങ്ങിയത് വാളയിൽ കുറിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. തുടങ്ങിയത് വാളയിൽ കുറിക്കാത്താണ്. നിങ്ങൾ ശ്രദ്ധിച്ച് പിളർന്ന അഗ്നിനാഥം വീണപ്പോൾ ആരുടെ മേൽ വീണിട്ടുണ്ട്? അനന്യാസിന്റെ മേൽ വീണിട്ടുണ്ട്, സഫീരയുടെ മേൽ വീണിട്ടുണ്ട്. യേശു ആരുമില്ലെന്ന് മാത്രം വെളിപ്പെട്ട കൂട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ അനന്യാസും സഫീരയും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും ഒരു വാളയിൽ കുറിക്കകത്ത് വരുന്നില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഒരു പത്രോസിന്റെ പ്രസംഗത്തിനകത്ത് വരുന്നില്ല, അല്ലെങ്കിൽ ആദ്യ സഭ ഉടലെടുത്തപ്പോൾ അനന്യാസും സഫീരയും കാണത്തില്ല. ആ വാളയെ കുറിക്കകത്ത് കൂടിയവരുണ്ടാണ് പിന്നീടുള്ള അപ്പോസ്തലന്റെ പ്രസംഗത്തിൽ കൂടി വന്നവർ. അല്ലാതെ ആ 3000 പേര് എന്നുള്ളതല്ല. പക്ഷെ അത് വാളയെ കുറിക്കകത്ത് നോക്കിയേ, തീയിൽ തുടങ്ങി ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളും ഭയങ്കര പരിപാടികൾ അവർ കണ്ടത് മുഴുവൻ. പക്ഷെ പണത്തിന്റെ വിഷയം വന്നപ്പോ അവരെവിടോ ഒന്ന് തെറ്റി. നിങ്ങൾ നോക്കി, എവിടെ തുടങ്ങിയോ അവിടെ തന്നെ അവർ ജീവിതം അവസാനിച്ചു. എനിക്ക് അതിനേക്കാൾ വിഷമമുള്ള കാര്യം പറയാം. യൂദ എല്ലാ മിനിസ്ട്രി കണ്ട മനുഷ്യനാണ്, എല്ലാ ശുശ്രൂഷ കണ്ട മനുഷ്യനാണ്. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന കണ്ടില്ലേ? കടലിന്റെ മീതെ നടക്കുന്നത് കണ്ടില്ലേ? അഞ്ചപ്പം എടുത്ത് കൊടുക്കുന്നത് കണ്ടില്ലേ? പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നത് കണ്ടില്ലേ? പക്ഷെ നിങ്ങൾ നോക്കി, അവസാനം 30 വെള്ളിക്കാശ് തൂക്കി മേടിച്ച് ഒരു പിടി കയറിലേക്ക് അവന്റെ ജീവിതം മാറുമ്പോ നാം അറിയേണ്ട ഒരു സത്യമുണ്ട്. കൂടെ നടന്നിട്ട് കാര്യമില്ല, കൈ അടിച്ചിട്ട് കാര്യമില്ല, അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. സെക്കൻഡ് ജേണി എന്ന് പറയുന്നത് അത് നിയോഗമുള്ള മേൽ വീഴും. എന്റെ ഹൃദയത്തിനകത്ത് വന്ന ചിന്ത, യൂദ എന്നാ ഗതി കേട്ടോ. യൂദ എല്ലാ ഗതികെട്ട മനുഷ്യനായി പോയി. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നിട്ട് യേശു ആരെന്ന് അറിയാമോ? 3.5 വർഷത്തിൽ യേശുവിന്റെ കൂടെ നടന്നിട്ടും യേശു ആരാണ്? എത്രയോ ഉപവേശങ്ങളിൽ അവർ യേശുവിന്റെ ഭാഗമായിട്ടുണ്ട്. എത്രയോ ഉപവേശങ്ങളിൽ അവർ ഒരിക്കലും യേശുവിന്റെ രുചി അറിഞ്ഞു. എത്രയോ സമയത്ത് യേശുവിന്റെ കൂടെ ഉറങ്ങിയിട്ടുണ്ട്. അവർ യേശുവിന്റെ സൗന്ദര്യമുണ്ട്. നോക്കി, അവസാന മണിക്കൂറിൽ അവർ യേശുവിന്റെ വില എത്ര? നിങ്ങൾ നോക്കി, 30 വെള്ളിക്കാശ് വിലയിട്ട് കൂടെ നടന്നവൻ 1-ാം മൈൽ കൊണ്ട് ഗദശമനകളുടെ ഓട്ടം ഒരു പിടി കയറിൽ അവസാനിപ്പിച്ച് തൂങ്ങി നിൽക്കുമ്പോ, ഒരു പിടി കയറിൽ ജീവിതം തൂങ്ങി നിൽക്കേണ്ട നിയോഗമുള്ള ഒരു സ്ത്രീ 300 വെള്ളിക്കാശ് ഉടച്ച് ഒരു സെക്കൻഡ് എടുത്തിടത്തേക്ക് 30 വെള്ളിക്കാശ് മേടിച്ച് ഒരുത്തൻ ഒരു പിടി കയറിൽ ഗദശമനം കൊണ്ട് തീരുമ്പോ 300 വെള്ളിക്കാശ് കൊടുത്ത് ഒരു പിടി കയറിൽ തീരേണ്ട ഒരുത്തി ജീവിതത്തിനകത്തേക്ക് തിരിച്ചു കയറുകയില്ല. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഭാരതത്തിലേക്കാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തമ്പുരാൻ
ഭാഗത്തില് ഉടലിന്റെ ഭാഗത്തിൽ അടി പതറിപ്പോയൊരു സ്ത്രീയ. അവൾ യേശുവിനോട് നടന്നിട്ടില്ല. പക്ഷെ അവർക്ക് യേശുവിനെ മുന്നിൽ ഇടാൻ തോന്നിയത് എത്ര വെള്ളിക്കാശ? 300. കൂടെ നടന്നവരിട്ടത് എത്ര? അവൻ ഗതശമന കൊണ്ട് തീർന്നു. നിങ്ങൾ എഴുതി നോക്കിയോ? അവള് ഗതശമന കൊണ്ട് തുടരും. പിടികിട്ടുന്ന എത്ര പേര് തിരികുണ്ട്? അവൻ ഗതശമന കൊണ്ട് കണ്ട് ഒഴിഞ്ഞു പോകുക. അവള് ഗതശമന മുതൽ അവന്റെ കൂടെ കയറുകയാണ്. എന്തോ ഈ പട്ടണത്തിനകത്ത് നീ മൂന്ന് പറയുമ്പോ നീ ചിന്തിക്കുന്ന പലതും ഉണ്ടാകും. നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പലതും ഓർക്കുമ്പോ നിങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്ത ചിലതിനെ, നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്വന്തമാകാൻ പറ്റാത്ത ചിലതിനെ ദൈവം ഇതിനകത്തേക്ക് ഒരു സെക്കൻഡ് ക്ഷണിക്ക് വേണ്ടി ദൈവത്തിന്റെ കയറ്റം പോലെയാണ് ഇന്നമായി മൂന്നുവല്ല അതിനാമായി പറയാൻ പറ്റുന്നവർ തലങ്ങളെ ഉയർത്തി ഈ പണി വിളിച്ചത് ഇതൊരു സെക്കൻഡ് ക്ഷണിയുടെ സീസണാണ്. ചില തലമുറകൾ സെക്കൻഡ് അടിക്കകത്തേക്ക് കയറാൻ ദൈവാത്മാവിനോട് പറയാൻ പറയുന്നത് ഞാൻ ഒരിക്കലും ചിന്തിച്ചല്ല. പക്ഷെ ഒരു വാചകന്റെ അകത്ത് വരുന്ന ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെ കിടപ്പുണ്ട്. ഒരു ചെറുക്കൻ ഒരു ചെറുക്കൻ തന്റെ അപ്പനോട് മുഴുവൻ അവകാശം മേടിച്ച് പന്നിക്കൂട് വരെ യാത്ര ചെയ്തു. എവിടെ വരെയാ? പന്നിയിൽ കൂട്ടി കിടക്കുമ്പോൾ പന്നിയുടെ ആഹാരം കഴിച്ചപ്പോൾ അവന് ബോധം വന്നു. അവൻ തിരിച്ച് പന്നിക്കൂട്ടി അപ്പന്റെ വീട്ടിലോട്ടൊരു യാത്ര. അവനെ വിളിച്ചിട്ട് നിങ്ങൾ മുമ്പിൽ കൊണ്ട് മോനെ ഒന്നാം പേര് പറയാമോ? ഒന്ന് പറയണ്ട അപ്പന്റെ വീട്ടിൽ പന്നിക്കൂട്ടിലോട്ട്. സെക്കൻഡ് ഏരിയ പന്നിക്കൂട്ടി തിരിച്ച് അപ്പന്റെ വീട്ടിലോട്ട് കാണാമോ? ഇനി ഞാൻ വെറുതെ പറയുന്ന പണമല്ല. ഇനി ഇടുക്കി പണ്ട് കാണാൻ പോകും. ചിലര് തിരിച്ച് അപ്പന്റെ വീട്ടിലോട്ട് കയറാൻ പോകും. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചിലര് പന്നിക്കൂട്ടി തിരിച്ച് അപ്പന്റെ വീട്ടിൽ കയറാൻ പോകും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. ഇത് സെക്കൻഡ് ഷേഡിയുടെ സീസണാണ്. ഇത് ആത്മമണ്ഡലത്തിനകത്ത് സെക്കൻഡ് ഷേഡിയുടെ സീസണാണ്. പന്നിക്കൂട്ടി അപ്പന്റെ വീട്ടിലോട്ട് കയറുന്ന സീസൺ. പക്ഷെ അവിടെ വേറെ ഒരു ചേട്ടൻ പുള്ളി ഒന്നാം വയലുകൊണ്ട് തീർന്നു. പുള്ളി എപ്പോഴും പറഞ്ഞു അപ്പന് വേണ്ടി അധ്വാനിക്കുന്നു. അപ്പൻ 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 അവരുടെ അപ്പനുമില്ല ദേവനുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും ഈ വേദപുസ്തകത്തിലെ ചേട്ടന്മാരെ പറ്റി ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രസംഗിച്ചിട്ടില്ല. വെറുതെ പ്രസംഗിച്ചതിന് അടിപിടിക്കുന്ന വിചാരിച്ചു. ഉൽപ്പത്തി മുതലേ എടുത്ത ചേട്ടന്മാരെ അറിയാം. കായീനും ചേട്ടൻ, യാക്കോബും ഏശാവും ജോസഫും ചേട്ടന്മാരും, ദാവീദും ചേട്ടന്മാരും, എല്ലാ ചേട്ടന്മാരും ബാധിച്ചു. വീട്ടിലെ മൂത്തവൻ ഭയങ്കര കിളയും ഭയങ്കര കുറവ്. അവൻ രാവിലെ വാങ്ങി പോകും. വാവിലെ മൂത്തവൻ പക്ഷെ ഇങ്ങനെ അധ്വാനിക്കുമ്പോൾ ഇവന്റെ മനസ്സ് ശരിയാണ്. ചിലരൊക്കെ കർത്താവിന് വേണ്ടി കിടക്കുന്നത് കിടക്കും. പക്ഷെ മനസ്സ് ശരിയാണ്. ചിലര് കർത്താവിന് വേണ്ടി അഹോരാത്രം കിടന്ന് കിടക്കുമോ? രാവും പകലിന്റെ എന്ത് ചെയ്യുക? കിടക്കുക. പക്ഷെ മനസ്സെന്തല്ല. ഈ മനസ്സ് ശരിയല്ലാതെ നീ എത്ര കിടച്ചാലും നീ നോക്കി നിൽക്കുമ്പോൾ തെറ്റിപ്പോയത് തിരിച്ചു വന്ന് വിരുന്ന് കൊണ്ടുപോകും. ഞാൻ ലിറ്ററലി പറയുക, ഈ ഒത്തിരി വലിയ സംഭവം ചെയ്തില്ലെങ്കിൽ മനസ്സ് നല്ലതാണെങ്കിൽ അപ്പനെ നീ വിടുക. അവരുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിട്ടുന്നതിന്റെ എന്താ ഇതിനകത്ത് സത്യത്തിൽ 15-ാം അധ്യായം ശ്രദ്ധിച്ചു വായിച്ചാൽ കാട്ടിൽ നഷ്ടപ്പെട്ടത്, വീട്ടിൽ നഷ്ടപ്പെട്ടത്, നാട്ടിൽ നഷ്ടപ്പെട്ടത്, മൂന്നും നഷ്ടമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാട്ടിൽ, രണ്ടാമത്തെ വീട്ടിൽ, മൂന്നാമത്തെ നാട്ടിൽ.
ഒന്നാമത്തെ നഷ്ടം ആട്, രണ്ടാമത്തെ നഷ്ടം ബ്രഹ്മ, മൂന്നാമത്തെ നഷ്ടം മകൻ. ആട് പബ്ലിക് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള നഷ്ടം അല്ലേ? ബ്രഹ്മ വ്യക്തിപരം. ആണോ? ചെറുക്കൻ കുടുംബം. അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ ഒരു അടിസ്ഥാനമുണ്ട്. പബ്ലിക്കിലെ നഷ്ടം, വ്യക്തിപരമായ ജീവിതത്തിലെ നഷ്ടം, കുടുംബത്തിലെ നഷ്ടം. തിരിച്ചിനിയും സഭയ്ക്ക് വെളിയിലെ നഷ്ടം, സഭയ്ക്ക് അകത്തെ നഷ്ടം, സഭയ്ക്ക് പോകും. തിരിച്ചു പറയാം. കരയിലെ മീൻ, കടലിലെ മീൻ, കടലിലെ മീൻ. നല്ല കുടിയുടെ എന്താ കരയിലെ മീൻ, കടലിലെ മീൻ, കനലിലെ മീൻ. നല്ല പിടിയുടെ കഥ ഉയർത്തും. നാട്ടിൽ നഷ്ടപ്പെട്ടത്, വീട്ടിൽ നഷ്ടപ്പെട്ടത്, കാടിന് വീടിനും വീട്ടിൽ നഷ്ടം. മൂന്ന് തരത്തിലുള്ള മീനാണ്. ഒന്ന് കടലിലെ മീൻ, അത് രക്ഷിക്കപ്പെടാറുണ്ട്. കരയിലെ മീൻ രക്ഷിക്കപ്പെട്ടത്, കനലിലെ മീൻ അഭിഷേകം പ്രാപിച്ചു. കടലിൽ കിടന്നാലും പ്രയോജനമില്ല, കരയിൽ കിടന്നാലും പ്രയോജനമില്ല. മനുഷ്യന് പ്രയോജനം പറഞ്ഞെങ്കിൽ കടലിൽ കയറും. എത്ര പേര് പിടിയിട്ടുണ്ടോ? ഇപ്പോഴും പിടിച്ചതല്ല, കരയിൽ കിടക്കുന്നു. ചുരുക്കത്തിലെ കടലിൽ കയറിയിട്ടുണ്ട്. കടലിൽ കയറിയാൽ ഓർത്തോണം, നിന്നെ നീ ഒരുപാട് പേരുടെ മുമ്പിൽ ഇവന്റെ ഹാർട്ടല്ല. ഞാനിനി ആ ദൈവസ്ഥ കൈ വെച്ചത് മൂന്നാട്ട് ജനറെ കേട്ടിട്ടുണ്ട്. ഇവന്റെ ഹാർട്ടല്ല. ശരി, ഇവൻ എല്ലാ ദിവസവും കിടക്കുള്ളൂ. കിടക്കുമ്പോൾ ഇവന്റെ മനസ്സിലാക്കില്ല ആടിനെ ഇവൻ കിടക്കുന്ന സത്യത്തിൽ പ്രതിഫലം ഇച്ഛിച്ചോണം. ഇവന്റെ ഹാർട്ടിൽ സത്യം നമ്മൾ ഒത്തിരി വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പാടില്ല, പക്ഷെ പറയാൻ ഈ ഒത്തിരി വലിയ കാര്യമൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ എന്ത് ചെയ്തിട്ട് കാര്യം. ആ വിളയത്തിന്റെ പ്രശ്നമല്ലായിരുന്നു. അവന് അപ്പനോട് ഡയറക്റ്റ് മറച്ചു നോക്കൂ. ചിലരങ്ങനെ മനസ്സിൽ വെച്ചിട്ട് വരുമോ? രണ്ടു തരത്തിലുള്ള ആൾക്കാരെ പറയാം. ചിലർ എന്തോ കൃത്യതയോ മനസ്സിനകത്ത് ഇങ്ങനെ എന്ത് ചെയ്യുമോ, പക്ഷെ ചിലരുണ്ട് എടുത്ത് ചാടി ബഹളം വെച്ച് ഒരു കാലമൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തി ഇവിടെ വെറും ആകുമോ? അല്ലാതെ എന്തുണ്ടെങ്കിലും മിണ്ടാതിരിക്കുന്ന സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നില്ല പ്രശ്നമാണ്. ഞാനൊന്നും എന്റെ ചർച്ച വിവാഹം നടത്താൻ നടത്തിയ ബുദ്ധിമുട്ട് നമ്മുടെ വിദേശിയുള്ള ആൾക്കാരെ കിട്ടിയതല്ലോ. അതാണ് ഒന്ന് രണ്ട് എഴുത്തൊക്കെ ചാടി ചിലപ്പോൾ തള്ളൊക്കെ തള്ളിയിട്ടുണ്ടോ. അമ്മാരി ഉണ്ടാപ്പിച്ചോ കൊണ്ട് അമ്മാരാസനത്തിന്റെ നോക്കൂ. ഇങ്ങനെ ഈ മൂത്തവന്റെ പ്രശ്നമല്ല. അവന് തോന്നി ഇവിടെ അപ്പന്റെ വീട്ടിൽ നിന്ന് രസമൊന്നുമില്ല. അപ്പനോട് മുഖത്തോട് മുഖം നോക്കി ഒന്നും ചോദിച്ചത് എനിക്ക് ധാരാളം എല്ലാം തന്നു. എന്തോ ഡയറക്റ്റ് ഡീലിംഗ് ആണ്. ഈ മനസ്സിൽ വെച്ച് ഞാൻ തുറന്നിരുന്നത് ഇന്ന് പകല് പറയും. മനസ്സിനകത്ത് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞ് തുറന്ന് സംസാരിച്ച് ഫ്രീ ആയിട്ട് തുറന്നു പോകും. ഞാൻ ഓർമ്മ മനസ്സിൽ കുശുമ്പ്, അസൂയ, വിരോധം, ഇങ്ങനെ ക്രോധം, ഇതൊക്കെ വെച്ചിട്ട് എത്ര കൈയടിച്ചാൽ നമ്മൾ മനസ്സിലാക്കി. ഞാൻ എപ്പോഴും ബൈബിളിൽ ശ്രദ്ധിച്ച ആൾക്കാരുണ്ട്. ബൈബിളിലെ ഓരോരുത്തരെ ഞാൻ ശ്രദ്ധിച്ചപ്പോ ഈ ഉൽപ്പത്തിക്കകത്ത് ചരടെ ചൊരുത്തി ക്രിസ്തുവിന്റെ പേര് വന്നിട്ടുണ്ട്. ആരാധനയോ ജീവിതം മൊത്തം പൊളിയാണ്. ജീവിതം എന്ന് പറഞ്ഞൊരു
ഞാൻ എപ്പോഴും അവളെ പഠിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. കാരണം മുമ്പ് നമ്മള് പതാശിക്ഷേപം വായിക്കും വംശാവലിനെ കൊണ്ട് എഴുതുമ്പോൾ അവൾ ഒരു ചരട് പിടിച്ചൊരു മലയ്ക്ക് വന്നത് എവിടെ വന്ന് ക്രിസ്തുവിന്റെ വേരിനകത്ത് വരും. അവളെ വിളിച്ചാൽ അവളും പറയും അവിടെ സെക്കൻഡ് ജേണിയിൽ കിട്ടി. അവള് പറയും അണ്ണാ മതിലിന്മേലുള്ള ജീവിതം വരെ ഒന്നാം വൈല, പക്ഷെ മതിലിന്റെ മുകളിൽ ഒരു നടപ്പിനെ പറഞ്ഞ് അതിന്റെ സെക്കൻഡ് ജേണിയാണ്. അത് വന്നു നിന്നത് ക്രിസ്തുവിന്റെ വംശാവലിയാണ്. അപ്പൊ എന്തായാലും ധാരണ കാരണം അവകാശം ധാരണം ഇത് ചോദിക്കുമ്പോഴും അവരുണ്ടല്ലോ പുറകെ മാറി നിൽക്കുമോ അന്ന് ഇവൻ അപ്പോഴും അപ്പൊ അന്നാലും ചോദിച്ചത് അപ്പൻ്റെ ഇങ്ങനെയാണ് മന്നനാണ് ഇങ്ങനാണ്. അപ്പോഴേ അപ്പൻ പന്തൽ ചിലപ്പോൾ ഇളകിയായിരിക്കും എത്തിയത്. ഇവനിതെല്ലാം മേടിച്ചോണ്ട് പോയി. ഇവൻ സത്യത്തിൽ ഇവൻ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് ആരാണ്? ഈ മൂത്തവൻ. ഇവൻ കണ്ടിട്ടൊന്നും അത് ഇവൻ കിളയ്ക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയില്ല. വായിച്ചു നോക്കും. ഇവൻ കിളയ്ക്കുമ്പോൾ ഇവന്റെ അകത്തെ ചിന്ത അപ്പന് വേണ്ടി കിളയ്ക്കുമ്പോൾ ഇതൊക്കെ ചെയ്ത് ഇതെല്ലാം നിന്റെ അപ്പനോട് നിന്റെ മണം നാനാവിധമാക്കി പലവിധത്തിൽ കളഞ്ഞ നിന്റെ ഇളയ മകൻ വന്നപ്പോൾ ഇത്രയൊക്കെ പരിപാടി. ഇതാണ് വ്യത്യാസം. ഞാൻ പറഞ്ഞ കാര്യം ചിലർ ഒന്നാമത് ജീവിതം അവസാനിപ്പിച്ചത്. സത്യത്തിൽ അപ്പൻ ഇളയവന് വേണ്ടി മാത്രം ജീവിച്ച അപ്പൻ രണ്ട് മക്കളും അപ്പൻ ഒരുപോലെ. പക്ഷെ അവൻ വീട്ടിൽ തുടങ്ങി വയലിൽ അവന്റെ ജീവിതത്തിൽ മൂത്തവൻ. പക്ഷെ മൂത്തവൻ വീട്ടിൽ തുടങ്ങി പന്നിക്കൂട്ടിൽ കയറിയെങ്കിലും അവൻ അവന്റെ സുബോധം വന്നപ്പോൾ പന്നിക്കൂട്ടിൽ ഒരു യാത്ര തുടങ്ങി. അത് രണ്ടാമത് ആ യാത്ര വന്നു നിൽക്കുന്നത് അപ്പന്റെ വീട്ടിലാണ്. ആ യാത്രയുടെ അവസാനം വേറെ വീട്ടിലേക്കുള്ള കയറ്റമല്ല, അവിടെ ഉത്സവം നടക്കും. അവിടെ പുതിയ അങ്കി വെളിപ്പെടും, അവിടെ പുതിയ ചെരുപ്പ് വെളിപ്പെടും. ഇങ്ങനെ അടിമാലി കണക്കുന്നത് വിളിച്ചു പറയുക, എന്റെ ദൈവം ഈ പട്ടണത്തിനകത്തുനിന്ന് ചില യൗവനക്കാരെ ഒരു രണ്ടാമത് യാത്രക്കാരെ ദൈവം ചൂടുമുത്തി വിളിച്ചു. ദൈവം ഈ പയ്യനോട് ചോദിക്കണം അപ്പന്റെ വീട്ടിൽ പന്നിക്കൂട്ട് വരും. അങ്ങനെ രണ്ടാമത് പന്നിക്കൂട്ടി അപ്പന്റെ വീട്ടിൽ. ഈ ഒന്നാമതിന്റെ പ്രത്യേകത പറയാം, അർഹതയുള്ളതെല്ലാം കൊണ്ടാണ്. ഇതാണ് ഒന്നാമത് യാത്രയുടെ പ്രത്യേകത. എന്താ? അർഹതയുള്ളതെല്ലാം മേടിച്ചോണ്ടാണ്. പക്ഷെ ഈ രണ്ടാമതിലേക്ക് വരുമ്പോൾ പ്രത്യേകത എന്താണ്? അർഹതയുള്ളതൊന്നും ചോദിക്കാനില്ല. എന്ത് കിട്ടിയാലും അർഹിക്കാത്ത മനസ്സിലായ കാര്യങ്ങൾ ഒന്നാമതിനകത്ത് കിട്ടിയതല്ല അർഹതയുള്ളതാണ്. പക്ഷെ സെക്കൻഡ് എടുക്കുന്നത് കിട്ടാൻ പോകുന്നതൊന്നും അർഹതയുള്ളതല്ല, എല്ലാം അർഹതയില്ലാത്തതാണ്. ഈ ദേശത്തിനകത്തുനിന്ന് പിൻമാറ്റത്തിൽ പോയത്, അപ്പന്റെ വീട് വിട്ടുപോയത്, സഭ വിട്ടുപോയത്, നാട്ടിൽ പോയത്, ഒരു കയ്യിൽ പന്തവും മറുകയിൽ ദൈവത്തിന്റെ വചനവും പിടിച്ചൊരു തല പോയിട്ട് നിന്റെ കമ്പു പറയാൻ പരിശുദ്ധാത്മാവിന്റെ നല്ല ബോധ്യതകളോട് ഞാൻ അല്ലാതെ പറയും. പ്രാർത്ഥിച്ചു. ചില തലമുറകളുടെ സെക്കൻഡ് ജേണിയുടെ ടൈമാണ്. ഇനി അവൻ പന്നിക്കൂട്ടിൽ കിടക്കാൻ പറ്റത്തില്ല. ഇനി അവന് പന്നിക്കൂടെ നിൽക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥിക്കാം. ഇനി അവൻ
എന്തിനാ ഞാനിങ്ങനെ പറഞ്ഞു? നാളെ ദിവസം ഞാൻ പറയുന്നില്ല കാര്യം. ഇതൊരു സെക്കൻഡ് ജേണിയുടെ സീസൺ. ഒരുപാട് പേര് മടങ്ങി വരുന്ന സീസൺ. ഒരുപാട് പന്നിക്കൂടുകൾക്ക് വിരാമം പറയുന്ന സീസൺ. ഒരുപാട് മോവാബിനെ നോക്കി ദൈവമക്കൾ വെല്ലുവിളിക്കുന്ന സീസണാണ്. ഒരുപാട് മരുഭൂമികളെ നോക്കി മോശമാർ വെല്ലുവിളിക്കുന്ന സീസണാണ്. നമ്മുടെ ഇന്നത്തെ സാഹചര്യം കൊണ്ടും ഇന്നത്തെ സാഹചര്യം വെച്ച് മുന്നോട്ട് നോക്കിയാൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് പറയുന്ന പല കാര്യങ്ങളും ആരോട് പറയുന്നത് പുറത്ത് അറിയണം. നമ്മൾ ഈ കുറെ ആത്മീയതയും കുറെ വെള്ളവും പഠിച്ച് കുറെ കാര്യം റിയാലിറ്റി ഒന്നും റിയാലിറ്റി. നല്ല അപ്പന്മാരുണ്ടാകും, നല്ല അമ്മമാരുണ്ടാകും. സെക്കൻഡ് ജേണിയുടെ സീസണാണ്. പോയവരെല്ലാം മടങ്ങി വിശ്വസിക്കുന്നു. യേശു വരാൻ സമയമായി എന്നുറപ്പുള്ളൊരു കരവുയർത്തി. അതിന്റെ അടയാളങ്ങളൊക്കെ കാണുന്നു എന്ന് ഉറപ്പുള്ളൊരു കരവുയർത്തി. എന്നാൽ നീ നല്ല അപ്പനമ്മയാവും. നമ്മുടെ തലമുറയുള്ള പിശാച് കൊടുക്കരുത്. ഒറ്റ ഒരെണ്ണത്തെ പിശാച് ഉപയോഗിക്കരുത്. ദൈവം ഉപയോഗിക്കാൻ പദ്ധതിയിട്ട ഒറ്റ കുഞ്ഞുങ്ങളെ പിശാച് ഉപയോഗിക്കും. ഒറ്റ പന്നിക്കും ഒറ്റ പന്നിക്കൂടിനകത്ത് എന്ന് പറയുമ്പോഴില്ല. വ്യാഖ്യാനം എങ്ങനെ വേണമെങ്കിലും എടുത്തോ, നിങ്ങൾക്ക് അതിനെ തീരുമാനിക്കാം. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അത് ഏത് രീതിയിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ഒരു പന്നിക്കും ഒരു പന്നിക്കൂടിനും നമ്മളെ കൊടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം 2 ആഴ്ചയ്ക്ക് മുമ്പ് പ്രസംഗിച്ചത് 18 സ്റ്റേറ്റിലുള്ള കുട്ടികൾ ഒരുമിച്ച് പഠിക്കുന്ന നേഴ്സിംഗ് കോളേജിലാണ്. പ്രിയരെ, പിള്ളേരൊക്കെ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴേ നമുക്ക് പേടിയാകും. ആ കോളേജിന്റെ ചെയർമാൻ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ കായംകുളത്തുള്ള പ്രസിദ്ധനായ ഒരു ഭാഷണമായി വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ചിലപ്പോൾ നിങ്ങൾ അറിയും, നിങ്ങൾ അറിയാൻ സാധ്യത എത്ര പ്രസിദ്ധൻ. പക്ഷെ കോളേജോടെ പറഞ്ഞു, ദേശീയ കോളേജിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞു, കോളേജ് ഇതിൽ നല്ല അപ്പനാവണം, നല്ല പ്രാസംഗികനാകണം. കുറെ പ്രസംഗിച്ചിട്ട് കുറെ പൈസ ഉണ്ടാക്കി കുട്ടികളെടുക്കാൻ എല്ലാവരും പോലെ എന്താ പോകണം വാരി കൊടുക്കും. അതാർക്ക് വേണ്ടിയാണ് ഞാൻ പകല് പറഞ്ഞത്. ഇതൊരു സെക്കൻഡ് ജേണിയുടെ സീസൺ. ഞാൻ എപ്പോഴും കർത്താവിനോട് പറയും, കർത്താവ് ഒത്തിരി വലിയ കാര്യങ്ങളൊക്കെ പറയും. ഞാൻ പ്രസംഗിക്കുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യം, ഈ ലോക വെട്ടം കാണിച്ചപ്പോൾ നാട്ടുകാരും വിശ്വസിച്ചോ? ഇപ്പൊ നാളെ എന്റെ പ്രസംഗത്തിൽ ഇനിയിപ്പോൾ അടിമാലിക്കാർ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാനവിടെ ഇടുക്കിയുടെ അടിമാലിക്ക് പ്രസംഗിച്ചത്. മലയോര കർഷകർ വിശ്വസിക്കുന്നില്ല. താഴെ സ്വരാജുകാരും വിശ്വസിക്കുന്നില്ല. ഇടുക്കി ജില്ല വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ 14 ജില്ല എന്റെ പ്രസംഗത്തിൽ വിശ്വസിക്കുന്നില്ല. 5 ഭൂഖണ്ഡം വിശ്വസിക്കുന്നില്ല. എന്റെ കുടുംബവും എന്റെ കൊച്ചും രക്ഷപ്പെട്ടാൽ പോലെ ലോകം വിളിച്ചിട്ട് ലോകം 120 വർഷക്കാലം പ്രസംഗിച്ചിട്ട് ആരാ രക്ഷിക്കപ്പെട്ടത്? ലോകം മാനത്തോട്ടി പോലും രക്ഷിക്കപ്പെട്ടിട്ട്. പക്ഷെ പെട്ടകടിച്ചപ്പോ എന്റെ പിള്ളേരും കയറി, എന്റെ ഭാര്യയും കയറി, എന്റെ മരുമക്കളും കയറി. ഇതൊരു സെക്കൻഡ് ജേണിയുടെ സീസൺ. നഷ്ടപ്പെട്ട തലമുറകൾ മുടങ്ങി വരുന്ന സീസൺ. ഇത് ഒഴിഞ്ഞ സഭകൾ നിറയുന്ന സീസണാണ്. എന്റെ തുടക്ക സമയങ്ങളിൽ നിങ്ങളൊക്കെ കണ്ടിട്ടില്ല. ഞാൻ ഇരിക്കുമ്പോല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഓടി ഇടിപ്പിക്കാറ്. എന്റെ തുടക്ക സമയത്ത് ഇരിക്കുമ്പോൾ 2011 ഞാനൊരു ഹീറോ ഹോണ്ട ഹണ്ട് എന്ന് പറഞ്ഞൊരു ബൈക്ക് എടുത്തിട്ട് 25,000 കിലോമീറ്ററിനകത്ത് 14,690 കിലോമീറ്റർ ഓടി ഇടിപ്പിക്കാറ്. എനിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നും ബൈക്കിൽ ഞാന് കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ട് 2012 ലാസ്റ്റ് 13 പോലെ ഇന്ന് കൺവെൻഷൻ പറഞ്ഞില്ലേ? പല കൺവെൻഷനും എവിടെ ആക്കി? ഓഡിറ്റോറിയത്തിനകത്താണ് അല്ലേ? പെന്തക്കോസ്തിലുള്ളതിന് മാത്രം വരിക. കൺവെൻഷൻ അതല്ല. കൺവെൻഷൻ പെന്തക്കോസ്തുകാരുടെ വീണ്ടും കൈയടിപ്പിക്കുന്നതിന് ഒരു കൺവെൻഷൻ, അത് ഉപവാസ പ്രാർത്ഥനയാണ്.
കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ജാതികളെ പിടിക്കുന്നതിന്റെ പേരെ കൺവെൻഷൻ. നമ്മളത് വൈകുന്നേരം സൗകര്യാർത്ഥമല്ലേ AC റൂമിലുണ്ടാക്കി അല്ലേ, നമ്മള് ഓഡിറ്റോറിയത്തിലേക്ക് കൺവെൻഷൻ മാറ്റി. നമുക്കറിയാം ഒറ്റ ഒരുക്കം പുറപ്പെടാൻ വരുന്നില്ല. എന്ന് പറയുന്ന വിമർശനവും നിങ്ങള് എനിക്ക് കാണിക്കാനൊന്നുമല്ല. നമ്മളൊന്ന് ചിന്തിച്ച് അടുത്തൊരു തലമുറയെ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ്. ആഗ്രഹമല്ല ഒരു ഗ്രൗണ്ട് കണ്ടാ, എനിക്കിപ്പോഴും ഉണ്ട് ഒരു ഗ്രൗണ്ട് കണ്ടാ കൺവെൻഷൻ നടത്താൻ പറ്റിയ സ്ഥലം. നമ്മുടെ ഇവിടെ എല്ലാവർക്കും പറ്റില്ലായിരുന്നു. നമ്മൾ ആരുടെയും ഒരു നല്ല മുറ്റം കണ്ടോ, ഒരു മുറ്റത്തിലുള്ള പ്രശ്നമുണ്ടോ പറയാം പറ. ഇന്ന് ഓൺലൈനിൽ പറയാറുണ്ടോ? ഓൺലൈനിൽ നമ്മൾ ഉപവാസ പ്രാർത്ഥന 40 ചിലർക്ക് 100 വരെ വരുന്നു. ഞാൻ ഇന്നലെ ഉപവാസത്തിന് 100ാമത്തെ ദിവസം 18 ഞാൻ വരുന്നത് ഉപവാസത്തിന് 100ാമത്തെ ദിവസം 100 ദിവസം പോസിറ്റൊന്നുമല്ല. അതൊരു പണ്ട് നമ്മുടെ ചർച്ചിനകത്തേക്ക് എന്തുകൊണ്ടാണ് ഞാൻ താലി ട്രഡീഷണൽ പെന്തക്കോസ്റ്റിൽ ജനിച്ചു വന്ന ഒരു ദൈവാസന. പണ്ട് ഞങ്ങളുടെ ചർച്ചിനകത്തൊക്കെ ഈ ഓൺലൈനിൽ വേറെ വെക്കും. വീട് വേണ്ട, കാറ് വേണ്ട, അഡ്മിഷൻ വേണ്ട, ഒന്നും വേണ്ട, ഒറ്റ അഭിഷേകം കട്ടൻ ചായ കുടിച്ച് അടിമാലി പല സ്ഥലങ്ങളിലും അർദ്ധരാത്രി പ്രാർത്ഥനയ്ക്ക് അഭിഷേകം വളർച്ചയില്ലേ. അങ്ങനെ ഒരു സെക്രട്ടറിയുടെ സീസൺ മറികടന്ന് അങ്ങനെ ഒരു അഗ്നിയുടെ സീസൺ മറികടന്ന് അങ്ങനെ സീസൺ മറികടന്ന് നിങ്ങൾ രാത്രി ഞാൻ ഒറ്റ ലക്ഷ്യമായിരിക്കണം. അഭിഷേകം പ്രാപിക്കാൻ പിള്ളേരെന്ത് ചെയ്യണം? നിങ്ങളായിരിക്കല്ലേ പിള്ളേർ പറഞ്ഞു. ഒരു രൂപയിലേക്കല്ല ഞാൻ വരാൻ മനസ്സിലാക്കണം. എന്നെപ്പോലെ എത്ര യൗവനക്കാരെ നടക്കും 1 രൂപ കൊടുക്കാതെ ഞാൻ കൊടുക്കുന്നു ശ്രമിക്കുന്നു. പക്ഷെ നിങ്ങൾ യൗവനക്കാരെ കൊടുക്കും. നമുക്കൊരു 7 ദിവസം ഉപവാസ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ഡെലിവറി ഹോസ്പിറ്റൽ എല്ലാം സത്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന എന്നാണ് നമ്മള് ആ ഒരു സെക്കൻഡ് ജീവിക്കാൻ ചർച്ച ഒരുമിച്ച്, സഭ ഒരുമിച്ച്, കുടുംബങ്ങൾ ഒരുമിച്ച്. എനിക്കൊന്നും ആഗ്രഹിക്കുന്നത് ഇപ്പോഴും എന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മുന്നൂര് ഞാൻ എന്റെ അപ്പനോ അമ്മ താമസിക്കുന്ന വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ 7:30 ഒരു സമയമുണ്ട്. നീ പാട്ടാണോ പാട്ടല്ലേ? ഞങ്ങളുടെ അപ്പന്റെ ഭാഷ നീ പാട്ടാണോ നീ പാട്ടല്ലേ? ഇവിടെ പ്രാർത്ഥിച്ചാൽ ഇരുന്നേ പറ്റും. നമ്മളങ്ങനെ ചിലപ്പോ ഫോണിലേക്ക് ഫോൺ ഓഫ് ചെയ്തോളാം. അവിടെ പാത്രമൊന്നുമില്ല. അത് രീതിയാണ്. അത് മസ്റ്റാ. രാവിലെ എഴുന്നേൽക്കണം മസ്റ്റാ. ബൈബിൾ വായിക്കണം മസ്റ്റാ. അപ്പനും അമ്മ അങ്ങനെ പഠിപ്പിച്ചു. ഞാൻ എന്റെ വിവാഹ സമയത്ത് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഒരു സെക്കൻഡ് കഴിഞ്ഞ് നടക്കട്ടെ ഇതിനകത്ത്. എന്റെ വിവാഹ സമയത്ത് എനിക്ക് വിവാഹം വന്നത് ഒത്തിരി സ്ഥലത്തും ഒരുപാട് ആലോചന വന്നു. എന്നെ ചുമന്നുകൊണ്ട് പോകാൻ ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ എന്റെ മനസ്സിലാക്കുന്നൊരു തീരുമാനം എന്റെ അടുത്ത ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ലാത്തവർക്ക് നാളെ ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു ഫുഡ് മേടിച്ചു കൊടുത്തപ്പോൾ ഇത് എന്നാന്ന് ചോദിച്ചത്. നിശ്ചയമക്കളും ഇത് എന്നാന്ന് ചോദിച്ചു വെച്ചാൽ മന്നാന്നുള്ള പേരായിരുന്നു. എല്ലാവരുടെ ആഗ്രഹം ഒരു സാധാ വീട്ടിൽ എത്തിയത്. അവരെ അന്വേഷിച്ച് സാധാ വീട്ടിൽ ചെന്ന് വീടും. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ വൈഫിന്റെ അപ്പൻ എന്നോട് ഒറ്റ പറഞ്ഞു. എന്നെ ഇങ്ങനെ ഞങ്ങൾ മുഖത്തോട് സ്കൈലും തോന്നി മുഖത്തോട് നോക്കും. അവിടെ തരാൻ ഞങ്ങളെ തരാൻ ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. പിന്നെ ഞാൻ കല്യാണം എനിക്ക് പെണ്ണ് കിടക്കും അച്ഛന്മാരെ കൊണ്ടുപോയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതിന്റെ അമ്മാച്ചന്മാരുടെ എല്ലാ പിള്ളേരെ പങ്കിച്ചു. ഈയൊക്കെ പെണ്ണ് കാണാൻ പോകണം ഒറ്റയ്ക്ക് പോകും. ഒറ്റ അമ്മച്ചന്മാരെ കൊണ്ട് പോകും. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ അമ്മച്ചന്മാരെ ഉണ്ടെങ്കിൽ സൈഡ് എന്റെ വൈഫിന്റെ ഭാഗം എന്റെ നോക്കുന്നുണ്ട്. ഞാനൊന്നും ചോദിച്ചിട്ടുണ്ട്. എന്റെ അപ്പനും അമ്മയും
ഈ ആലോചനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് ഇച്ചിരി പെയിൻ ഉണ്ടായിരുന്നു. അപ്പനില്ല, അമ്മയ്ക്ക് ഇച്ചിരി പെയിൻ ഉണ്ട്. അമ്മമാർക്ക് അങ്ങനെ ഇച്ചിരി പെയിൻ ഉണ്ടല്ലോ. എന്റെ അമ്മയോട് രാത്രി കല്യാണം ഫിക്സ് ആവുമ്പോൾ അപ്പനോട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എടാ, അവരുടെ ഒന്നും തരാനില്ല, ഞങ്ങളുടെ കയ്യിലൊന്നും കളിക്കാൻ പോകുന്ന അപ്പൻ എന്നാ തരാം. അമ്മ ഇങ്ങനെ വളർത്തിയത് ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ അപ്പനോട് പറഞ്ഞു, എന്റെ അനിയന്മാരുണ്ട്, അവരൊക്കെ 10 വയസ്സിന് ഡിഫറൻസ്. ഇന്ന് രണ്ടുപേരും ജോലിക്കാണ്. ഒരാളെ ഖത്തറിലുണ്ട്, ഒരാളെ ബാംഗ്ലൂർ. അന്നേരം ഞാനിങ്ങനെ ഞങ്ങളന്നേരം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ 2012 ഞങ്ങൾ ആദ്യമായിട്ട് കട്ടിൽ കിട്ടുന്നത്. 2012 ഞങ്ങൾക്ക് കറണ്ട് വരുന്നത്. 2008 ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താണ്. ഞാൻ മണ്ണോട്ടത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പഠിച്ചതും 2008 to 2012 ആയപ്പോൾ ഞാൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പോയി. 4 വർഷം ഞാൻ ബൈബിൾ വായിച്ചത് മണ്ണോട്ടത്തിന്റെ വെളിച്ചത്തിൽ. പണം തന്നില്ലെങ്കിൽ വേറൊരാളെ തന്നില്ല. എന്താ ഞങ്ങളുടെ വീട്ടിൽ പണമില്ല, സത്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ ചൂട് വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല. ഞങ്ങളെല്ലാവരും മുറ്റത്തിറങ്ങി പായിട്ടായിരുന്നു കിടക്കുന്നത്. പുനലൂരാണ് ഏറ്റവും കൂടുതൽ ചൂട്, പാലക്കാട് കഴിഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ വലിയ കുന്നിടം ഉണ്ടായിരുന്നു. ഞാനെപ്പോഴും അതുവഴി പോകുമ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം അതുവഴി പോയപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള പുതുതായിട്ട് വന്ന കുറച്ച് പേരുണ്ട്. ആ കുന്നിടം ഉണ്ടായിട്ടാണ് നിങ്ങളുടെ ഭാഷ നാളെ വന്നതെന്ന്. ചൂട് വന്നാൽ ഞാൻ കാലത്ത് കിടക്കാൻ പറ്റത്തില്ല. കാരണം ഈ തകര ഷീറ്റ് അടിച്ച് കാറ്റാടിക്കാടിക്കകത്ത് തകര ഷീറ്റ് അടിച്ച വീട് ഞാൻ ഇതുപോലെ എന്നും സാക്ഷി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സെക്കൻഡ് ജേണി കാണും. ഈ മഴ വന്നാലും വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല. എന്താണെന്നറിയോ, ഈ ആണി അടിച്ചതിന്റെ ഇടയ്ക്കുള്ള തുരുമ്പ് കയറിയിട്ട് ഇതിനകത്തോട് ഈ വെള്ള ചാണകം തളിച്ചത് അവരോട് ഇറ്റിറ്റി വീഴും. ഈ തറ അങ്ങോട്ട് തണുത്ത് കഴിഞ്ഞ് ഇതിനകത്ത് നാമുള്ളെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അറിയാമോ? നാമുള്ള കേട്ടിട്ടുണ്ടോ? ഞാൻ ഇങ്ങോട്ടാ നോക്കി പ്രസംഗം, നിങ്ങൾ പേടിക്കേണ്ട, അങ്ങോട്ട് കണ്ണുണ്ട്. നാമുള്ള കേട്ടിട്ടുണ്ടോ? ഈ നമ്മൾ രാവിലെ കിടന്നിട്ട് നമ്മൾ എഴുതേക്കാനും നമ്മുടെ പുറം മുഴുവൻ ഈ പൊങ്കപ്പനി എന്തോ പറയുന്നത്, മലപ്പനി എന്തോ, ഈ കുരുപുരാത ശരീരത്തിന്റെ മലയുടെ പേര് പറയും. ആ ചൂട് വലിയ തണുപ്പോ പനി. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ മുള്ളു കൊണ്ട് കയറും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വളർന്ന എന്നാ പോലും അമ്മ എനിക്ക് എന്ത് തരാനാ? ഞങ്ങൾ 3 ആമ്പിള്ളേർ. ഞാൻ പറഞ്ഞൊന്നും വേണ്ട, നിങ്ങളുടെ ഞങ്ങൾക്ക് യേശുവിനെ തന്നില്ല. അതിൽ ഏറ്റവും വലിയ സംഭവം യേശുവിനെ കിട്ടുന്നില്ല. ഏറ്റവും വലിയ സംഭവം സെക്കൻഡ് ഒറ്റ കുഞ്ഞുങ്ങളെ പിശാച് കൊടുത്തു. ഞാൻ ഇതിലെ ഏതൊക്കെ സമയത്ത് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ചർച്ചിനകത്ത് കാല് വെച്ച ഒറ്റ കുഞ്ഞുങ്ങളെ പിശാച് കൊടുത്തു. അതിനൊറ്റ വഴിയുള്ള സഭയ്ക്കകത്ത് അപ്പന്മാരുണ്ടാക്കണം, സഭയ്ക്കകത്ത് അമ്മമാരുണ്ടാക്കണം. ഇതൊരു സെക്രട്ടറിയുടെ സീസണാണ്. അവർ തിരിച്ചു വരുമ്പോൾ അപ്പന്മാരെ കണ്ടില്ലെങ്കിൽ ചേട്ടന്മാരെ അറ്റാക്ക് ചെയ്യും. അപ്പന്മാരെ കണ്ടില്ലെങ്കിൽ നാട്ടുകാരെ അറ്റാക്ക് ചെയ്യും. നാട്ടുകാരുടെ കണ്ടും ചേട്ടന്റെ വഴിയിൽ വീഴുന്നതിന് മുമ്പേ അപ്പന്റെ എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ ഈ പറഞ്ഞ മുഴുവൻ ഒരു തലമുറയെ ലക്ഷ്യം വെച്ചുണ്ട്. അടുത്ത രാഷ്ട്രീയ മീറ്റിംഗ് നടക്കുമ്പോൾ അവധി ദിവസമാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ദേശത്ത് ഒത്തിരി കുഞ്ഞുങ്ങളുടെ കഞ്ചാവ്, മയക്കുമരുന്നും ഡ്രഗ്സും അലർജറിയും ഇതിനെല്ലാം അടിമകളായവരെ അപ്പന്മാർ പിടിക്കണം. ഇതിനകത്ത് എത്ര പേര് പ്രാർത്ഥിക്കും? ഇതിനകത്ത് ഉണർവെന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുന്നത് സെക്കൻഡ് ജേണിയുടെ സീസണാണ്. എല്ലാ കണ്ണുകളും സ്വർഗത്തിലേക്ക്